കൃഷ്ണ. ഇന്ന് നമ്മൾ രാമായണത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്ന ദിവസമാണ്. ഈ ഒരു ഇതിഹാസം പല ഘട്ടങ്ങളിലൂടെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. ആദ്യത്തെ ഇതിലുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ, എവിടെയാണ് തെറ്റുപറ്റുന്നത്, ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് ഇതിനകത്തുള്ളത്. പിന്നെ ആ തെറ്റിനെ നമ്മൾ എങ്ങനെ നിവർത്തി ചെയ്യാം എന്നുള്ളത് അതിന്റെ അടുത്ത ഭാഗവും. അങ്ങനെ നിവർത്തി ചെയ്താൽ ഉണ്ടാകുന്ന ഫലം എന്താണ്, ഇത് മൂന്നാമത്തെ ഭാഗം. ഇങ്ങനെയാണ് രാമായണം വിവരിക്കുന്നത്. ആദ്യം തെറ്റെന്താണ്, പിന്നെ ആ തെറ്റ് ശരിയാക്കാനുള്ള പ്രക്രിയ എന്താണ്, പിന്നെ അത് ശരിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം എന്താണ്. ഇങ്ങനെ 3 സ്റ്റേജിൽ കൂടെയാണ് ഈ രാമായണ കഥ കടന്നു പോകുന്നത്. ഇത് രാമായണത്തിൽ മാത്രമല്ല, ശ്രീമദ് ഭാഗവതത്തിലും ഇത് ഇതുപോലെ തന്നെ വിവരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്താണ് കാരണം എന്നുള്ളതനുസരിച്ചാണ് ഈ രാമായണം തുടങ്ങുന്നത്. അപ്പൊ ഭാഗവതമാകട്ടെ രാമായണമാകട്ടെ എല്ലാം പറയുന്നു, നമ്മൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ന ഗ്രഹ കർമ്മ കാലാഹ, ഗ്രഹത്തിനെ പഴി ചൊല്ലരുത്, സമയത്തിനെ പഴി ചൊല്ലരുത്, ഒന്നിനെയും പഴി ചൊല്ലരുത്. മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേത്യ. എല്ലാ പ്രോബ്ലംസിനും ഞാൻ തന്നെയാണ് കാരണം. ഞാൻ പ്രതികരിക്കുന്ന രീതിയിലാണ് ഒരു പ്രശ്നം ചെറുതാകുന്നതും വലുതാണ്. അപ്പോ നല്ല ഒരു ഉദാഹരണം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. 2 ശിഷ്യന്മാർ ഗുരുകുലത്തില് പഠിച്ചിറങ്ങിയിട്ട് അവർ ഗുരുകുല വിദ്യാഭ്യാസവും കഴിഞ്ഞ് 2 പേരും ഇങ്ങനെ ഒരു നദിയുടെ തീരത്ത്, ഇങ്ങനെ നദി കടന്നവർക്ക് അപ്പുറത്ത് പോകാം. 2 പേരും ബ്രഹ്മചാരികളാണ്. ഇപ്പൊ നദി കടന്ന് അങ്ങോട്ട് പോകണം. നദിയുടെ തീരത്തെത്തി. അവിടെ ഒരു സുന്ദരിയായ ഒരു യുവതി നദിയുടെ തീരത്തിരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പൊ ഇവര് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒട്ടുമേ വയ്യ, സുഖമില്ല, പനി കൊണ്ട് അവര് വളരെ കഷ്ടപ്പെടുന്നു, അസ്വസ്ഥത കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒന്ന് വൈദ്യനെ ചെന്ന് കണ്ട് മരുന്ന് മേടിച്ചിട്ട് വരണം, എനിക്ക് നദി കടന്ന് അപ്പുറത്ത് പോയാലേ കാര്യങ്ങൾ നടക്കൂ. ഇന്നാണെങ്കിൽ വഞ്ചിക്കാരനെയും കാണാനില്ല, നദിയും കരകവിഞ്ഞ് ഒഴുകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിരുന്ന് കരയാണ്. അപ്പോ ദയ തോന്നിയ ആ ഒരു വ്യക്തി, ഒരു ബ്രഹ്മചാരി എന്ത് ചെയ്തു, ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ തോളിൽ കയറിക്കോ, ഞാൻ നിന്നെ ചുമന്ന് നീന്തി അക്കരയിലാക്കി തരാം. അപ്പൊ അദ്ദേഹം ആ പെണ്ണിനെ തോളിൽ കയറ്റി നദി കടന്ന് നീന്തി അപ്പുറത്ത് കരയിൽ ആ പെണ്ണിനെ ആക്കി കൊടുത്തു. ആ സ്ത്രീയും നന്ദി പറഞ്ഞു, അവർ പോയി. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോ ആ കൂടെ വന്ന ഇനിയൊരു ബ്രഹ്മചാരി പറഞ്ഞു, എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായി. നീ ഒരു ബ്രഹ്മചാരിയാണ്, എന്നിട്ട് നീ എന്തിനാ ആ സ്ത്രീയെ തൊട്ട് തൂക്കിയത്? അത് വളരെ വലിയ തെറ്റായി.
നമ്മുടെ ആചാരങ്ങൾക്കെല്ലാം അത് എതിരായി പോയി. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന്. അപ്പൊ ഉടനെ രണ്ടാമത്തെ ബ്രഹ്മചാരി പറഞ്ഞു, ശരി പോട്ടെ, അയാൾ ചെയ്തു പോയി, അവരൊരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് ചെയ്തു പോയി, മാപ്പാക്ക്, ഇനി അത് ഞാൻ ആവർത്തിക്കില്ല. രണ്ടുപേരും കാണാം. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ വീണ്ടും ആ ബ്രഹ്മചാരി പറഞ്ഞു, എനിക്ക് ചിന്തിക്കുമ്പോ ദഹിക്കുന്നില്ല, എന്ത് കണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യും? അപ്പൊ നമ്മൾ ഇത്ര കാലം പഠിച്ചത് ഇതെല്ലാം വേസ്റ്റ് ആയി, എനിക്ക് നിന്റെ കൂടെ നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ ഇട്ടേക്ക്, ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല, ഒരു അബദ്ധം പറ്റി എന്ന് കരുതിയാ മതി, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല. കുറച്ചു ദൂരം കൂടെ നടന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റും, നിന്റെ കാര്യം ഓർക്കുന്നു, നീ എന്തായാലും ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ രണ്ടാമത്തെ ബ്രഹ്മചാരി പറഞ്ഞു, ഞാൻ അവരെ തോളിൽ തൂക്കി, അത് ശരിയാണ്, നദി കടന്ന് ഇക്കരയിൽ വന്നപ്പോ അവരെ ഞാൻ ഇറക്കി വെച്ചു, ഇപ്പോഴും നീയാണ് മനസ്സിൽ ചുമന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേത്യ. ഞാൻ തന്നെയാണ് എന്റെ മിത്രവും ഞാൻ തന്നെയാണ് എന്റെ ശത്രുവും എന്ന് ഭാഗവതം. മനസ്സിനെ സുഹൃത്താക്കിയ വ്യക്തി ജീവിതത്തിൽ എല്ലാം വിജയിച്ച് കടന്നു പോവുകയും സ്വന്തം മനസ്സിനെ ശത്രുവാക്കുന്ന വ്യക്തികൾ. ഗീതയിൽ ആ ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്, ഉദ്ധരേ ആത്മനാത്മാനാം ആത്മാനാം അവസാദേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മാനാം രിപുരാത്മന. നമ്മൾ തന്നെ നമ്മുടെ ശത്രു, നമ്മൾ തന്നെയാണ് നമ്മുടെ മിത്രം. യഥാർത്ഥത്തിൽ നമ്മളാ നമ്മളെ ജീവിതത്തിനെ നശിപ്പിക്കുന്നത്, വേറെ ആരും. മനസ്സാണ് ചില കാര്യങ്ങളെ ചിന്തിച്ച് അതിന് കണ്ണും ചെവിയും രൂപമെല്ലാം കൊടുത്ത് ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി നമ്മളെ തളർത്തുന്നതും നമ്മുടെ മനസ്സാണ്. അപ്പോ ലൈഫിൽ എന്തുകൊണ്ട് നിറയ്ക്കും എന്നുള്ളതാണ് വളരെ അത്യാവശ്യം. നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം സാധനം കൊണ്ട് നിറയ്ക്കും, അതായിരിക്കും നമ്മുടെ ബോധത്തിൽ പ്രതിഫലിക്കുന്നത്, അതായിരിക്കും നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്നത്. ഒരു ഗുരു 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട്, നിങ്ങളുടെ ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷയാണ്, എന്താണ്, ആൾക്ക് 10 രൂപ തരാം, ഈ ലോകത്തിൽ എന്ത് ചീപ്പ് സാധനം കിട്ടുമോ, ചീപ്പസ്റ്റ് വില കുറഞ്ഞ സാധനം മേടിക്കണം, ഈ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് ഈ കാണുന്ന മുറി ഫുള്ളും നിറയ്ക്കണം. ഇതായിരുന്നു അവർക്ക് തന്ന ടാസ്ക്. 10 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു ഈ മുറി ഫുള്ളും നിറയ്ക്കണം. 10 രൂപയ്ക്ക് എന്ത് കിട്ടാനും, ഒരു കുപ്പി വെള്ളം പോലും കിട്ടില്ല. അപ്പൊ ഈ 2 ആൾക്കാരും ഇങ്ങോട്ട് നടന്ന് അന്വേഷിക്കുകയാണ് 10 രൂപയ്ക്ക് എന്ത് കിട്ടും എന്നൊക്കെ പറയും. എവിടെയെല്ലാമോ ചുറ്റി നടന്ന് ഒന്നും 10 രൂപയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാളിങ്ങനെ നടന്നപ്പോ ഒരു വീട്ടിന്റെ മുന്നേ ഈ കുന്നോളം കൂമ്പാരം ഈ ചവറെല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ ചവറും വെറുതെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക ഒരു വീട്ടിന്റെ മുറ്റത്ത്. ഇയാൾ ചെന്ന് ചോദിച്ചു, 10 രൂപയ്ക്ക് ഇതെല്ലാം തരുമോ ഈ ചവർ? ഉടമസ്ഥൻ പറഞ്ഞ് കാശേ വേണ്ട, ഫ്രീ ആയിട്ട് എടുത്തു. ഈ ചവറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറി നിറച്ചു. ആൾ വിചാരിച്ചു 10 രൂപയിൽ ലാഭിച്ചു. ലോജിക്കലി അത് ശരിയാണ്. അയാൾ മുറി നിറച്ചു, ടാസ്കിൽ വിജയിച്ചു. രണ്ടാമത്തെ ശിഷ്യൻ ഈ 10 രൂപയും കൊണ്ട് ഇങ്ങനെ അലഞ്ഞു വിരിഞ്ഞ് നടന്ന് ഒന്നും വാങ്ങിക്കാൻ കിട്ടിയില്ല. അവസാനം അയാൾക്ക് ഒരു ചന്ദൻ തിരി, ഒരു വിളക്കും 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടി. കത്തിച്ചു വെച്ചു. മുറി പ്രകാശം കൊണ്ട് നിറഞ്ഞു, സുഗന്ധവും കൊണ്ട് നിറഞ്ഞു. ആരാണ് ജയിച്ചത്? ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്? ഇപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണ് ഈ ഒരു ദൗത്യത്തിൽ ഇറങ്ങിയെങ്കിൽ
നമ്മൾ ആദ്യത്തെ ആളെ പോലെ ചിന്തിക്കും, രണ്ടാമത്തെ ആളെ പോലെ ചിന്തിക്കും. നമ്മൾ ആരെ പോലെ ചിന്തിക്കും? എത്ര പേര് ആദ്യത്തെ ആളെ പോലെ ചിന്തിക്കും? രണ്ടാമത്തെ ആളെ പോലെ ചിന്തിക്കുന്ന ആരാണ്? ഒരാളെ ഉള്ള. പക്ഷെ കളവാണ്. നമ്മൾ ഇതുപോലെ ഉള്ള തത്രപ്പാടില്ല, നിറയ്ക്കണം ജീവിതം. അതെന്താ? അപ്പുറത്താൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ചെയ്യാം. അയാൾ ചെയ്തല്ലോ, എനിക്കും ചെയ്യാം. നമ്മുടെ ലക്ഷ്യമല്ല നമ്മളെ ഇപ്പുറത്തുള്ള ആൾക്കാരാണ് സെറ്റ് ചെയ്യുന്നത്. എന്റെ ജീവിത ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്യാറേ ഇല്ല. എന്റെ ജീവിത ലക്ഷ്യം എന്റെ അപ്പുറത്ത് വീട്ടുകാരൻ ഇപ്പുറത്ത് വീട്ടുകാരനെ സെറ്റ് ചെയ്യും. അവരെന്തെങ്കിലും ചെയ്താൽ അതുപോലെ ചെയ്യണം. അവരൊരു ജീവിത രീതിയെ ജനങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ പറക്കമായി ശാസ്ത്രം പറയുന്ന എന്തൊരു വിചിത്രമായ മായാലോകമാണ്. നമ്മൾ തന്നെ തെറ്റായ ഒരു ലക്ഷ്യം സൃഷ്ടിച്ച് അത് എത്തിപ്പെടാനുള്ള ഒരു നെട്ടോട്ടം. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിലാണ് ഈ വാൾ ക്ലോക്ക് 10-15 മിനിറ്റ് സ്പീഡായിട്ട് പോകുന്നത്? ഒരു 2 പേരുടെ വീട്ടിലേ ഉള്ളൂ. അല്ല, ഈ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കൂട്ടി വെക്കൂല്ലേ? ആകെ 3 പേരുടെ വീട്ടിലേ ഉള്ളൂ. ശരിയാ. ബാക്കി എല്ലാവരുടെ വീട്ടിലും കറക്റ്റ് ടൈം ആണോ? ശരിയാ. കുവൈറ്റിലുള്ളവരൊക്കെ പുരോഗമിച്ചു. എറണാകുളത്തിലൊക്കെ ഏത് വീട്ടിൽ പോയാലും അതും ആ വീട്ടിൽ 2 സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഒരു 10-15 മിനിറ്റ് കൂട്ടി വെച്ച്. ഗൃഹനാഥൻ എന്നറിയാതെ 15 മിനിറ്റ് ഫാസ്റ്റാണ്. ആ സ്ത്രീക്കും അറിയാം, അവിടെ ഉള്ള കുട്ടികൾക്കും അറിയാം, വീട്ടിലുള്ള പട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാതെ 10 മിനിറ്റ് ഫാസ്റ്റാണ്. എന്നാലും ആ തെറ്റായ സമയത്തിനെ നോക്കി നമ്മൾ തന്നെ ഒരു ഓട്ടം ഓടുമല്ലോ. ഇതാരാ തെറ്റായി സെറ്റ് ചെയ്തത്? നമ്മൾ തന്നെ സെറ്റ് ചെയ്തത്. നമ്മൾ തന്നെ ഈ തെറ്റായ സമയം നോക്കിക്കൊണ്ട് ഒരു ഓട്ടം. അതാ ശാസ്ത്രം പറയുന്ന മായാലോകം. ഈ മനുഷ്യരൊക്കെ കാണിക്കുന്നത് എന്നാൽ നമ്മൾ എങ്ങനെയാണോ ഉറുമ്പിനെയും പാറ്റയും ഇഴജന്തുക്കളെയും കണ്ടു ചിരിക്കുന്നത്. ഈ മഴ പെയ്ത ഒരു സാധനം വരില്ല, ട്യൂബ് ലൈറ്റ് ചുറ്റി ഭയങ്കര ചത്തുപോകാൻ. അതിന് പല പല പേരാണ്. അത് തിന്നുന്ന ആൾക്കാർ വരെ ഉണ്ട്. 3 മണിക്കൂറാണ് അതിന്റെ ജീവിതം. ആ 3 മണിക്കൂറിൽ അത് ജനിച്ചു, കല്യാണം കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, കുട്ടികളായി ചത്തുന്നു, എല്ലാം കഴിഞ്ഞു 3 മണിക്കൂർ. അവരുടെ ജീവിതം നമുക്ക് വല്ല സീരിയസ് ആണോ? ഇതുപോലെ മനുഷ്യരെല്ലാം ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കയ്യിൽ പാവകളായി നൃത്തം വയ്ക്കും. എന്ത് വേദനയാണ് എന്ന് എല്ലാ ശാസ്ത്രവും പറയും. ചുമ്മാ നമ്മളൊരു ഗോൾ വെക്കുക, അത് ശരിയാ തെറ്റാ ഒന്നും അറിയില്ല, ഒരേ ഓട്ടം. മായാലോകം. ഇവർക്ക് ശാശ്വതമായ സന്തോഷം ഒരിക്കലും കിട്ടില്ല, പുരാണം പറയും. ഇത് മാത്രല്ല, ഈ ഓട്ടത്തിനകത്ത് ഓരോരുത്തരും ഉള്ളില് ഞാൻ മാത്രമാണ് ശരി, എന്റെ ചിന്തകളാണ് ശരി, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കും. ഇനി അഥവാ തെറ്റ് പറ്റിയാൽ അത് സാഹചര്യത്തിന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമില്ല എന്ന ഒരു ചിന്ത. ഈ ചിന്ത ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാള് ഡോക്ടറെ അടുത്ത് പോയി ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കില്ലല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ അതിനിപ്പോ എന്താ? അല്ല, എന്തെങ്കിലും മരുന്ന് തരണം. പേഷ്യന്റിനെ കൊണ്ടുവന്നാലല്ലേ മരുന്ന് തരാൻ പറ്റുള്ളൂ. ഭാര്യയെ വിളിച്ചുണ്ടല്ലോ. അയ്യോ, അവൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വരത്തില്ല. അവള് പറയാ എനിക്കാണ് ചെവി കേട്ടുള്ളത്, അതുകൊണ്ട് ആ സ്ത്രീ ഡോക്ടറെ അടുത്ത് വരില്ല. അങ്ങനെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ രോഗിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ചികിത്സിച്ചിട്ടേ മരുന്ന് കൊടുക്കും. അയ്യോ ഡോക്ടറെ, അവൾ എത്ര വിളിച്ചാലും വരില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യും, അറ്റ്ലീസ്റ്റ് എത്ര ഡിസ്റ്റൻസിലാണ് കേൾക്കുന്നത് കേട്ടുകൂടാ, അതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് വന്നു. ഓ, അത് കേട്ടു. ചേട്ടൻ നേരെ വീട്ടിൽ പോയി നോക്കിയപ്പോ ഭാര്യ അടുക്കളയിൽ എന്തോ ചെയ്തോണ്ടിരുന്നു. വാതിലവിടെ എത്തി നോക്കിയപ്പോ ചെയ്തു. അവിടെ എന്തോ, ശാന്തേ ഞാൻ നേരത്തെ വന്നു. ശാന്ത എന്താ? ഞാൻ നേരത്തെ വന്നു. രാത്രി കഴിക്കാൻ എന്താ? ഒരു അനക്കവും. ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയി വീണ്ടും പറഞ്ഞു, ശാന്തയെ നേരത്തെ എത്തി.
കഴിക്കാൻ എന്താ ഉണ്ടാക്കിയ? അടുക്കളയുടെ വാതിലിന്റെ അവിടെ പോയി എന്നിട്ട് ചോദിച്ചു, വല്ലതും ഉണ്ടാക്കിയോ രാത്രി കഴിക്കാൻ? എന്നിട്ട് ഊരം. ഭാര്യയുടെ തൊട്ട് പുറകെ നിന്നിട്ട് എന്താ ഉണ്ടാക്കിയ രാത്രി കഴിക്കാൻ? ആ സ്ത്രീ തിരിഞ്ഞിട്ട് പറഞ്ഞു, കഞ്ഞി 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 കഞ്ഞി. ഞാൻ ഓൾറെഡി 4 പ്രാവശ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആർക്കാണ് ചെവി കേൾക്കാത്തത്? ഇയാൾ ഇത്ര കൊല്ലമായിട്ട് ഭാര്യയ്ക്ക് ചെവി കേട്ടുകൊടുന്ന് വിചാരിച്ചിരിക്കുക, അയാൾക്കാണ് ചെവി കേട്ടുകൂടാത്തത്. ഇതാണ് കലിയുഗത്തിലുള്ള ജനങ്ങളുടെ കുഴപ്പം. എല്ലാവർക്കും അവരവർക്കാ കുഴപ്പം. പക്ഷെ അവരെന്താ വിചാരിക്കണേ? എന്നെ പരിസരം, എന്നെ ചുറ്റിയുള്ളവർക്ക് എല്ലാവർക്കും കുഴപ്പമെന്നാണ് വിചാരിച്ചത്. എന്ന് അവന്റെ തെറ്റ് സമ്മതിക്കുന്നു, അന്നാണ് വിനയത്വത്തിന്റെ ആദ്യത്തെ പടി ചവിട്ടുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് 3 ലെവലിലാണ് ശിക്ഷ. എങ്ങനെ? അറിയാതെ ചെയ്തു പോയി, ചെറിയ ശിക്ഷ. അറിഞ്ഞു ചെയ്തു പക്ഷെ നിവർത്തിയില്ല, അതുകൊണ്ട് ചെയ്തു, അത് കുറച്ചും കൂടെ വരും. അറിഞ്ഞു മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ട് അത് ശരിയായെന്ന് ന്യായീകരിക്കുന്ന ആൾക്കാണ് എന്താ കിട്ടുക? എപ്പോ എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് മാറണം എന്നൊരു താല്പര്യമുണ്ട്, എനിക്ക് പുരോഗമിക്കണം, എനിക്ക് തന്നെ ചില സമയം എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പൂർണ്ണമായി സമ്മതിക്കുമ്പോഴാണ് അയാൾ ആധ്യാത്മികമായ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നത്. ഞാനാണ് തെറ്റുകാരൻ എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം. എല്ലാം മറ്റുള്ളവർക്കാണ് തെറ്റ് എന്ന് പറയുന്നതാണ് അഹങ്കാരം. എന്നിലാണ് തെറ്റ് എന്ന് തിരിച്ചറിയുമോ അന്നാണ് അവൻ ആത്മീക ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചവിട്ടുന്നത്. ഇതാണ് രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലും നിങ്ങൾ നോക്കിയാൽ എല്ലാ കഥാപാത്രങ്ങളും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തിട്ട് പൂർണ്ണമായി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുമ്പിൽ ചെന്ന് അത് പറഞ്ഞ് സമ്മതിച്ച് അതിലിരുന്ന് മാറാൻ അവർ ശ്രമിക്കും. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്റെ ഉള്ളിലുള്ള അഴുക്കുകളെ ഞാൻ തിരിച്ചറിയുന്നത് ആത്മസാക്ഷാത്കാരം. യഥാർത്ഥത്തിൽ ദൈവത്തിന് ഒരു തെറ്റ് പറ്റി. എന്താണ്? 2 കണ്ണും ഫ്രണ്ടിൽ, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് മതിയായി, ഒന്ന് മുന്നിലോട്ട് ഈ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് പോലെ, ഒന്ന് ബാക്കിൽ എന്താണ്? ഒന്ന് ലോകത്തിനെ കാണാൻ, ഇനി ഒന്ന് നമ്മളെ കാണാൻ. പക്ഷെ അബദ്ധം പറ്റിയത് എന്താണ്? 2 ഫ്രണ്ടിലായി. ലോകം മൊത്തവും തിരിച്ചറിയാം, എല്ലാം തിരിച്ചറിയാം, പക്ഷെ അയാളെ തന്നെ അറിഞ്ഞൂടാ. ആലോചിച്ച് നോക്കൂ, കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയില്ല എന്നെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂ? ആദ്യം കണ്ണാടിക്ക് നന്ദി, അല്ലെങ്കിൽ നമുക്ക് നമ്മളെങ്ങനെ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, അല്ലേ? എന്നെ തിരിച്ചറിയാം, അത് സാധിക്കും എപ്പോ? ബാഹ്യമായ കാര്യങ്ങൾ കുറച്ച് കാണുന്നത് കുറച്ചു കഴിഞ്ഞാൽ, വെളിയിലുള്ളത് നിരന്തരം കേൾക്കുന്നത് അല്പം കുറച്ചു കഴിഞ്ഞാൽ, പതുക്കെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലോട്ട് തിരിയും. ഉള്ളിലോട്ട് തിരിയുമ്പോ എന്റെ തെറ്റെന്താണ്, എവിടെ തെറ്റ് പറ്റി, എന്റെ കുഴപ്പം എന്താണ് എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് നമ്മുടെ അഹങ്കാരം വ്യക്തമായി തിരിച്ചറിയും. ഇപ്പൊ എങ്ങനെയാണ്? നമുക്ക് മറ്റുള്ളവരുടെ കുഴപ്പം മാത്രമേ അറിയുള്ളൂ, നമുക്കാർക്കും നമ്മുടെ കുഴപ്പം അറിയണം. ഒരു തവണ ദ്രോണാചാര്യർ യുധിഷ്ഠിരന്റെ അടുത്ത് പറഞ്ഞു, ലോകത്തിലെ മോശമായ ഒരു സാധനം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. ആരടുത്ത്? യുധിഷ്ഠിരൻ. വേണ്ടാത്ത സാധനം, ഭൂമിയിലെ വേണ്ടാത്ത സാധനം ഏതാ കണ്ടുപിടിക്കുക? വേസ്റ്റ് സാധനം. യുധിഷ്ഠിരൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഏത് സാധനത്തിന് നോക്കിയാലും അതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. ഒരു പൂ നോക്കിയാൽ അതിന് ഭംഗിയുണ്ടായിരുന്നു, ഇനി ഒന്നൊരു മണം ഉണ്ടായിരുന്നു, ചിലത് കാണാനുണ്ടായിരുന്നു, ചിലത് ആവശ്യമായിരുന്നു, ചിലത് മരുന്നായിരുന്നു. എന്തിനെ കണ്ടാലും എന്തെങ്കിലും ഒരു നന്മയുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ആൻസറെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പ്രപഞ്ചത്തിലെ വെച്ച് വേണ്ടാത്ത ഉപയോഗശൂന്യമായ സാധനം തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ അന്വേഷിച്ച് ദിവസങ്ങൾ കടന്നു. പിന്നെ ഒരു ദിവസം രാവിലെ പ്രഭാതകർമ്മം എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ ആയപ്പോ പെട്ടെന്ന് യുധിഷ്ഠിരന് ഒരു ഐഡിയ തോന്നി. എന്താണ്? മനുഷ്യന്റെ മലം ഇതാണ് വേണ്ടാത്ത സാധനം. കാരണം കഴുതയുടെ പശുവിടെ എല്ലാം ഉപയോഗിക്കും, ആരുടെ ഉപയോഗിക്കില്ല?
ഇപ്പൊ അതൊക്കെ ആരും ഉപയോഗിക്കുന്നു. ഇതാണ് ഉള്ളതിലെ വേണ്ടാത്ത സാധനം യുധിഷ്ഠിരൻ കണ്ടുപിടിച്ചു. ഇതാണ് ആർക്കുമേ പ്രയോജനമില്ല. അപ്പൊ ആ മലം സംസാരിച്ചു, യുധിഷ്ഠിര, ഇന്നലെ വരെ ഞാൻ നല്ല പൂവും പഴവും പച്ചക്കറിയും, എപ്പോ നിന്റെ വയറ്റിൽ പോയ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ. അപ്പൊ ആരാണ് പ്രപഞ്ചത്തിലെ വേസ്റ്റ്? ആ തിരിച്ചറിവാണ്, എന്നിലുള്ള ദോഷമാണ് പ്രതിഫലിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എല്ലാവരും അടുത്ത ഒരു 5 മിനിറ്റ് ടിംബക്ടുവിനെ കുറിച്ച് ധ്യാനിക്കുക. എല്ലാവരും അടുത്ത 5 മിനിറ്റ് എന്തിനു ധ്യാനിക്കുക? ടിംബക്ടു ധ്യാനിക്കുക. ക്ലിയർ ആയില്ല? ടിംബക്ടു ഇതെന്താണ്? ആർക്കും എനിക്കും അറിയില്ല. ഇത് തിന്നുന്ന സാധനമാണ്, ഇത് സ്ഥലത്തിന്റെ പേരാണോ, ഇനി വേറെ വല്ല ഫോർമുല ആണോ, ആർക്കും അറിയില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് ധ്യാനിക്കും? ഇല്ലേ? എനിക്ക് മനസ്സിലായത് എന്താണ്? അതേ ഇപ്പൊ ഞാൻ പറയാണ്, ആപ്പിളിനെ ധ്യാനിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? കാരണം നമുക്കറിയാം. അപ്പൊ ഒരുത്തരിൽ കുഴപ്പം നമ്മൾ കാണുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? അറിയാത്ത ഒരു സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പൊ അവനിൽ കാമമുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം എന്തുവാ? എനിക്കത് നല്ല പരിചയമുണ്ട്. ഇല്ലേ? മറ്റൊരുത്തന്റെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിന്റെ അർത്ഥം ആ തെറ്റെല്ലാം എവിടെയുണ്ട്? എന്റെ ജീവിതത്തിലോ. മനസ്സിലായോ? ടിംബക്ടു പറയാൻ പറ്റില്ല, കാരണം അറിയില്ല. ആപ്പിൾ അറിയാം, ഞാൻ തിന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ കുഴപ്പക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കുഴപ്പം എനിക്കുണ്ടെന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ ഋഷിമാർ ഒരുത്തനെ കുറ്റം പറയില്ല എന്ന് പറയും. അതൊരു തപസ്യ, കുറ്റം പറയാതിരിക്കുക. അതൊരു വലിയ തപസ്യ. അത് മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള. ഇന്ത്യയിൽ വെച്ച് മാക്സിമം ക്രിറ്റിക്സ് ഉള്ള സ്റ്റേറ്റ് ഏതാ? ക്രിറ്റിക്സ് എന്ന് പറയും മലയാളത്തിൽ. വിമർശിക്കുന്ന ആൾക്കാർ. മാക്സിമം ക്രിറ്റിക്സ് ഉള്ളത് ആരാണ്? എവിടെ? ഏത് സ്റ്റേറ്റിലാണ്? ചെറിയ റോഡിലുള്ള ഓട്ടോ ഡ്രൈവർ തൊട്ട് വലിയ വലിയ ആൾക്ക് ഇവർക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക്ക്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാൽ അരമണിക്കൂറെങ്കിലും സംസാരിക്കും. ഏറ്റവും വലിയ ക്രിറ്റിക്സ് ഉള്ള സ്ഥലമാണ് കേരളം. അതിലും തിരുവനന്തപുരം, കൊല്ലം, അതിൽ സ്പീക്കർ രണ്ടറ്റം, കണ്ണൂരും തിരുവനന്തപുരം. നടുക്ക് കുറച്ച് പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. ഒരറ്റം കണ്ണൂരും ഇനിയൊരറ്റം തിരുവനന്തപുരം. ഇത് 2 സ്ഥലത്തിനെ മാറ്റിയ കേരളം ചിലപ്പോൾ നന്നാവും. അത്രയ്ക്കും ക്രിറ്റിക്സ് ഉള്ള സ്ഥലമാണ് വിമർശകർ. അപ്പൊ ഈ വിമർശകരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? അവരിലുള്ള തെറ്റ് കണ്ടുപിടിക്കാനേ പാടില്ല, മറ്റുള്ളവരുടെ തെറ്റ് മാത്രം കണ്ടുപിടിക്കും. എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കഴിവ്. നല്ല മനോഹരമായി ഉപനിഷത്തിൽ ഒരു ഉദാഹരണമുണ്ട്. ഒരു രാജ്യത്തിന്റെ, ഗ്രാമത്തിന്റെ കവാടത്തിൽ ഒരു സന്യാസി ഇരിക്കുക, എൻട്രൻസിൽ. ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ ആ വഴിയിൽ കൂടെ നടന്നു. അയാൾ സന്യാസിയോട് ചോദിച്ചു, എങ്ങനെയാ ഈ സ്ഥലം? നല്ല നാടാണോ? ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്? സന്യാസി ചോദിച്ചു, നീ എവിടെ? ഞാൻ ഇന്ന സ്ഥലത്ത്. അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ? ഒരു കാശിന് കൊള്ളാത്ത ആൾക്കാർ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ജീവനും കൊണ്ട് ഓടി വന്നതാ ഞാൻ. എനിക്കിനി അവിടെ ജീവിക്കാൻ പറ്റില്ല, ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടാന്നാണ് വിചാരിക്കുന്നത്. സന്യാസി പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാർ അതുപോലത്തെ ആൾക്കാർ. അത് കഴിഞ്ഞ് ഇനി ഒരാൾ വന്നു, അയാൾക്ക് ഇതേ ചോദ്യം ചോദിച്ചു. സന്യാസി ചോദിച്ചു, നീ എവിടെ? ഇന്ന സ്ഥലത്താ. അവിടുത്തെ ആൾക്കാരെങ്ങനെ? വിട്ടുപിരിയാൻ തോന്നുന്നു. അത്രയ്ക്കും സ്നേഹമുള്ള ആൾക്കാർ. സാഹചര്യം കൊണ്ട് എനിക്ക് ഇറങ്ങി വണ്ടി, ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ തിരിച്ച് അവിടെ തന്നെ പോകും. ഇപ്പൊ സന്യാസി പറഞ്ഞു, ഈ നാട്ടുകാരും അതുപോലെ. ഇപ്പൊ എന്തിനാ 2 പേർക്ക് 2 മറുപടി പറഞ്ഞു? എന്റെ മനസ്സിൽ ഞാൻ എന്ത് ചുമന്ന് നടക്കുന്നു അതനുസരിച്ചായിരിക്കും എന്നെ ചുറ്റിയുള്ള കാര്യങ്ങൾ.
ഞാൻ നന്മ മാത്രം ചുമന്ന് നടക്കുമെങ്കിൽ എല്ലാ ദിശയിലും എല്ലാ വ്യക്തികളിലും ഞാൻ നന്മ മാത്രം കാണും. ഞാൻ കുഴപ്പങ്ങൾ ചുമന്ന് നടന്നാൽ എനിക്ക് കാണുന്നതെല്ലാം അതുപോലെ തന്നെ. മനപരംകാരണമാമനന്തി, തെറ്റുകൾ എന്നിലിരുന്നാണ് തുടങ്ങുന്നത് എന്ന് മനസ്സുകൊണ്ട് സമ്മതിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യത്തെ വഴി. ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയും. വീട്ടിലൊക്കെ നടക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയ്ക്കൊക്കെ. ഒരു ദിവസം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി, ഭാര്യ നശിപ്പിക്കും. വീട്ടിൽ ഒരു സാധനം വെക്കാൻ എല്ലാം നശിപ്പിക്കും. പൊളിച്ച് എന്നെ എപ്പോഴാണോ കൊണ്ടുപോയി കളയാൻ എനിക്കേ അറിയില്ല. തുടങ്ങി ഒരു ദിവസം അവരെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണു. ഉടനെ അവർ പറയും, ഇത് ഇവിടെ കൊണ്ടുവന്ന് ആരാ വെച്ച്, എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് നിങ്ങളെ വീട്ടിൽ സംഭവിക്കാറുണ്ട്. ഞാനാണ് കുഴപ്പക്കാരനെന്ന് തിരിച്ചറിയുന്നത് വലിയൊരു സംഭവമാണ്. പിന്നെ മഹാമനസ്സ് വേണം ഒരാളുടെ മുമ്പേ ചെന്നിട്ട് ശരി എന്റെ തെറ്റാണെന്ന് സമ്മതിക്കുക. ഈഗോ അനുവദിക്കില്ല. ഈഗോ ഉണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ബാത്റൂമിൽ ചാക്കി വീണു, മനസ്സിലായോ? അപ്പൊ തന്നെ പുറത്ത് എന്ത് പറ്റി ഇല്ല കുഴപ്പമില്ല, കാല് തെന്നിയതാണ്, ശരിയാ ഒരു പ്രശ്നമില്ല. വെളിയിൽ വന്ന് റോട്ടിൽ 10 ആൾക്കാരുടെ മുമ്പേ തല കുത്തിന് ചാക്കിയില്ല. എല്ലാരും നോക്കിയിരിക്കാം. എപ്പോ കൂടുതൽ വേദന ഉണ്ടാവും? ബാത്റൂമിൽ ആരും കാണാതപ്പോ വീണപ്പോ ഉണ്ടായ വേദനയാണോ? അല്ല ബസ് സ്റ്റാൻഡിൽ 10 ആൾക്കാരുടെ മുമ്പേ വീണ ഏത് വേദനയാണ് സിവിയർ പെയിൻ? ഏത് വേദനയാണ് സിവിയർ പെയിൻ? ബാത്റൂമിൽ വീണതാ? ആൾക്കാരുടെ മുമ്പ്. അത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ വേദനയല്ല. ഞാൻ മറ്റുള്ളവരുടെ മുമ്പേ തോറ്റുപോയി എന്ന് അഹങ്കാരം, ഈഗോ തരുന്ന വേദനയാണ്. നമ്മുടെ ലൈഫിനെ ഭയങ്കര കോംപ്ലക്സ്ഡ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈഗോ ആണ്. ഒറ്റയ്ക്ക് ബാത്റൂമിൽ ചേർത്ത് എത്ര വേദനിച്ചാലും തുടച്ചിട്ടൊക്കെ എങ്ങനെ എണീച്ചു വരും. വെളിയിൽ ചോദിച്ചാൽ വീണ്ടുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ആൾക്കാരെ മുമ്പേ വീഴുമ്പോ ഈ പെയിൻ ബോഡിയിൽ നിന്ന് വരുന്ന പെയിൻ അല്ല, എന്റെ ഈഗോ ഹേർട്ടായപ്പോ അഹങ്കാരം ആ ഒരു ഇത് അതിൽ ഒരു ക്ഷതം വന്നപ്പോഴുണ്ടായ വേദനയാണ്. പല വേദനകളും അങ്ങനത്തെ വേദനയാണ്. അഹങ്കാരം ഇല്ലാത്ത ആൾക്ക് വേദനയും വളരെ കുറവായിരിക്കും, അല്ലേ? പല്ല് വേദന, സുകുമാരമുള്ള പല്ല് വേദനക്കാരൻ ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടോ? പല്ല് വേദനക്കാരൻ ആരെങ്കിലും ആത്മഹത്യ ചെയ്യൂ? ഇല്ല. വയറുവേദനക്കാരൻ ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടോ? ഇല്ല. മനപ്രയാസം കാരണം ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടോ? ആ മനസ്സിൽ അഹങ്കാരം കൊണ്ട് ഒരു ക്ഷതമേറ്റാൽ അത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരീരത്തിൽ എത്ര വേദന വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ രാമായണത്തിന്റെ മെയിൻ ലെസൺ എന്താ വെച്ചാൽ ഞാൻ ആണ് കുഴപ്പക്കാരൻ. തെറ്റുകൾ എന്നിലിരുന്നാണ് തുടങ്ങുന്നത്. ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ട് ആ മഹാത്മാഗാന്ധി ആ ഫേമസ് വേർഡ് പറഞ്ഞു, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഞാൻ എന്നെ ചുറ്റിയുള്ളത് എന്റെ കാര്യങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാം ഉണ്ടാകും ശരിയാകും. എത്ര പേര് സമ്മതിക്കുന്നു? ജോലി പകുതി കഴിഞ്ഞു. ആദ്യം ഡിഫക്റ്റ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ഇതൊക്കെയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. രണ്ടാമത്തത്, എങ്ങനെ ഇതിൽ നിന്ന് വെളിയിൽ വരാം എന്ന പ്രക്രിയ, പ്രോസസ്. അത് 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, നിരന്തരം ഈശ്വരന്റെ നാമം ജപിക്കുക. രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തെ പ്രോസസ് എന്താണ്? വെജിറ്റേറിയൻ ആവുക. അത് അറിഞ്ഞാലോ സൗണ്ട് പുറത്തിരുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്താവണം? വെജിറ്റേറിയൻ.
ഉടനെ ചില ആൾക്കാർ അത് പിന്നെ രാമൻ കഴിച്ചില്ലേ സീത കഴിച്ചില്ലേ ഇവർ കണ്ടാവും. വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു അക്ഷരം പറയുന്നില്ല രാമൻ മത്സ്യം കഴിച്ചതായിട്ട്. പിന്നെ കേരളത്തിൽ എഴുത്തച്ഛൻ അതിനെ കിളിപ്പാട്ട് രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ ഗുഹൻ കൊണ്ടുവന്ന് തന്ന മത്സ്യത്തിനെ തൊട്ടുകൂട്ടി എന്നൊരു വരിയുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ വാൽമീകി രാമായണത്തിൽ മനോഹരമായി വിശദീകരിക്കുന്നു. ഗുഹനാണ് ഗംഗാനദി കടക്കാൻ രാം സീത ലക്ഷ്മണ എല്ലാവരെയും സഹായിച്ചത്. അപ്പൊ ഗുഹൻ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, പ്രഭോ അങ്ങേ ഞാൻ ധ്യാനിക്കാതെ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, വർഷങ്ങൾക്ക് ശേഷം അങ്ങ് എന്റെ കൺമുമ്പേ എനിക്ക് കാണാൻ സാധിച്ചു, എന്റെ ആഗ്രഹം സഫലമായി, അതുകൊണ്ട് ഒരു ദിവസം എന്റെ കൂടെ താമസിച്ചിട്ട് പോകണം എന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിച്ചു. അപ്പൊ ഗുഹന്റെ അഭ്യർത്ഥന തിരസ്കരിക്കാത്ത രാമചന്ദ്രമൂർത്തി ശരി എന്ന് പറഞ്ഞു ഒരു ദിവസം കാട്ടില് ഗുഹന്റെ സൽക്കാരത്തിൽ കൂടെ കഴിഞ്ഞു. അപ്പോ ഗുഹൻ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു മുക്കുവനായതുകൊണ്ട് മത്സ്യം ഇതൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒരു വലിയ നിറയെ മത്സ്യങ്ങളെ കൊണ്ടുവന്നാണ് സമർപ്പിച്ചത്. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി അതിനെ തൊട്ട് സ്വീകരിച്ചു. ഹോൾ ഡേ അതിൽ നിന്ന് ഒരു അംശം പോലും എടുത്ത് കഴിച്ചു. സന്ധ്യോളം ഇപ്പ കഴിക്കും വൈകുന്നേരം കഴിക്കും എന്ന് കാത്തിരുന്ന ഗുഹൻ രാത്രിയായിട്ടും അന്ന് പ്രഭു പൂർണ്ണമായി ഉപവാസം ഇരുന്നത് കണ്ടിട്ട് രാത്രി ചെന്ന് ലക്ഷ്മണന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മണ എന്താ ശ്രീരാമചന്ദ്രമൂർത്തി അതൊന്നും എടുക്കാത്തത്? അപ്പൊ രാത്രി അഹോരാത്രം ലക്ഷ്മണൻ ഗുഹൻ ഉപദേശിച്ചു എന്നാ പറയുന്നത്. എന്താണ്? ആര്യന്മാർ സംസ്കാരത്തിൽ കൂടെ ഈശ്വരനെ വിശ്വസിച്ച് ശരിയായ സംസ്കാരത്തിൽ കൂടെ ജീവിക്കുന്നവർ ഭക്ഷണമായിട്ട് ധാന്യങ്ങളും പഴങ്ങളും പുഷ്പങ്ങളും പച്ചക്കറികളും മാത്രമേ സ്വീകരിക്കുള്ളൂ. ചോരയും മാംസവും ഹൃദയത്തിന്റെ സ്പന്ദനമുള്ള ഒരു വസ്തുവും അവർ കഴിക്കത്തില്ല. അത് കേട്ടപ്പോ ഗുഹന് ഭയങ്കര വേദന ഉണ്ടായി, വിഷമം ഉണ്ടായി. ഞാൻ കാരണം ഇന്ന് മുഴുവനും ശ്രീരാമചന്ദ്രമൂർത്തി പട്ടിണി കിടന്നല്ലോ എന്ന് വിചാരിച്ച അടുത്ത ദിവസം എല്ലാ പഴങ്ങളും മനോഹരമായി കാട്ടിൽ കിട്ടുന്ന വേരുകളും പഴങ്ങളും പൂക്കളും ഇതെല്ലാം കൊണ്ടുവന്ന് പ്രഭുവിനെ സൽക്കരിച്ച് പാദങ്ങളിൽ കണ്ണീര് കൊണ്ട് ശ്രീരാമന്റെ പാദത്തിനെ കഴുകി എന്നാ പറയും. അപ്പോ ഗുഹൻ ഒരു രാത്രി കൊണ്ട് തന്റെ തെറ്റ് മനസ്സിലാക്കി മാറി മാപ്പ് യാചിച്ചപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു അക്ഷരം പറഞ്ഞില്ല. ലക്ഷ്മണനാണ് ഇൻഡയറക്ട്ലി പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോ തന്നെ ഗുഹൻ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി പ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് യാചിച്ച് പഴങ്ങളും പൂക്കളും കൊണ്ടുവന്ന് സമർപ്പിച്ചപ്പോ ഗുഹനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഗുഹ നിന്നെയും ചേർത്ത് ഞങ്ങൾ 5 സഹോദരന്മാരാണ്. സഹോദര സ്ഥാനമാണ് ആർക്ക് കൊടുത്തത്? ഗുഹൻ കൊടുത്തത്. അപ്പോ ഇതിനെ മലയാള ഭാഷയിലോട്ട് എഴുത്തച്ഛൻ തർജ്ജിമ ചെയ്ത് കിളിപ്പാട്ട് രൂപത്തിലാക്കിയപ്പോ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളാണ്. പക്ഷെ കിളിപ്പാട്ടിൽ വരുമ്പോൾ വളരെ ചെറുതായിട്ട്. അപ്പൊ അതിന്റെ സാരം മാത്രം. അപ്പൊ അതിന് ഒരു വരി രാമൻ മീനു തൊട്ട് തുടങ്ങി എന്ന് അങ്ങനെ ഒരു അർത്ഥത്തിൽ വരും. ഉടനെ നമ്മൾ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? രാമനെ മീന് കഴിച്ചു. വ്യക്തമായി വാൽമീകി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ആര്യന്മാരല്ലാത്തവരും പാപങ്ങൾ ചെയ്യാൻ മടിക്കാത്തവരുമാണ് പഴങ്ങളും പച്ചക്കറിക്കും ചോരയും മാംസവുമുള്ള മറ്റൊന്നും വ്യത്യാസം അറിയാതെ ഒരുപോലെ കഴിക്കുക. അവർ പാപത്തിന്റെ അന്ധകാരത്തിലോട്ട് പോകും എന്ന് വ്യക്തമായി രാമായണം പറയുന്നു. എല്ലാ ശാസ്ത്രവും പഠിക്കും. ഒന്നും വേണ്ടപ്പോ നമ്മുടെ പൂജയിലൊക്കെ സീത, അതൊരു നല്ല ഭാഗമുണ്ട് രാമായണത്തിൽ. ശ്രീരാമചന്ദ്രമൂർത്തി പഞ്ചവടിയിലായിരുന്ന സമയം ഇടയ്ക്ക് കാട്ടിനകത്ത് വേട്ടയ്ക്ക് പോകുമ്പോൾ രാജാക്കന്മാർക്കുള്ള ഒരു ഇതാണ് കാട്ടിൽ ചെന്ന് മൃഗങ്ങളെ വേട്ടയാടും. അപ്പൊ സീതാദേവി പറയും,
ഈ സാധു ജീവികളെ ഉപദ്രവിക്കും. അങ്ങയുടെ അമ്പും കൊണ്ട് ആ മാനും മുയലും വേദന കൊണ്ട് പിടയ്ക്കുന്നത് കണ്ടിട്ട് അങ്ങേക്ക് അതിലൊരു തെറ്റ് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ക്ഷത്രിയന്മാർക്കുള്ള അനുവദിച്ചിട്ടുള്ള കാര്യമാണിത്. അപ്പൊ സീതാദേവി മനോഹരമായ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ പറയാം. ആദ്യം ചെയ്യുമ്പോ അതിലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, ഒരു തെറ്റ്. ആ തെറ്റ് രണ്ടാമത്തെ തവണ ആവർത്തിക്കുമ്പോൾ മനസ്സ് ന്യായീകരിക്കും. മൂന്നാമത്തെ തവണ ചെയ്യുമ്പോൾ അത് ശീലമാകും, പിന്നെ മാറ്റാനേ പറ്റില്ല. ഒരു മനുഷ്യൻ ലൈഫിൽ ആദ്യമായിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ഗിൽറ്റ് കോൺഷ്യസ്, കുറ്റബോധം ഉണ്ടാകും. ആ തെറ്റിനെ രണ്ടാമത്തെ തവണ ആവർത്തിക്കുമ്പോൾ എന്താകും? മനസ്സ് ന്യായീകരിക്കും. അതേ തെറ്റ് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താകും? ശീലം, ഹാബിറ്റായി മാറും. പിന്നെ തിരുത്താനേ പറ്റില്ല. അപ്പൊ തിരുത്തണമെങ്കിൽ ഫസ്റ്റേ തിരുത്തണം. അത് 2, 3 ആയി കഴിഞ്ഞാൽ അത് പിന്നെ ശീലമാകും. പിന്നെ തിരുത്താൻ വലിയ പാടാണ്. അപ്പോ പുരാണങ്ങൾ പറയുന്നു, പിന്നെ മനുഷ്യർ തെറ്റെന്ന് വെച്ചാൽ എല്ലാവർക്കും ഏതെങ്കിലും 1, 2 വീക്ക്നെസ്സേ കാണുന്നു. ഇപ്പൊ ഒരു മനുഷ്യൻ തന്നെ എല്ലാ തെറ്റും ചെയ്യില്ല. എല്ലാവർക്കും ഏതെങ്കിലും ഒരു തെറ്റ്, ഒരു വീക്ക്നെസ് കാണും. എന്താണ്? അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുക, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുക. ഇതൊക്കെ ചിലർ വളരെ ആത്മാർത്ഥമായി ചെയ്യാം. ഏതെങ്കിലും ഒരു തെറ്റ്, 2 തെറ്റേ കാണുന്നു. പക്ഷെ ആ തെറ്റിൽ നിന്നാണ് അവർ വെളിയിൽ വരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരാൾ 10 ടൈപ്പ് തെറ്റൊന്നും ചെയ്യില്ല. എല്ലാവരും 1, 2 വീക്ക്നെസ്സേ കാണും. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകും. രണ്ടാമത് ചെയ്യുമ്പോൾ മനസ്സ് ന്യായീകരിക്കും. മൂന്നാമതാകുമ്പോൾ അത് ശീലമാകും. ശീലമായാൽ നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് സീത ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒരു ഉദാഹരണം പറഞ്ഞു. രാമായണത്തില് ആരണ്യകാണ്ഡത്തിലുള്ള നല്ല ഒരു എക്സാമ്പിൾ ആണ്. സീതാദേവി പറഞ്ഞു, പ്രഭുവിന്റെ അടുത്ത് ഒരു കഥ പറയാം. ഒരു ആശ്രമത്തിൽ ഒരു മുനിപുത്രൻ വസിക്കുന്നുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റും കുറ്റങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പരിശുദ്ധനായി ജീവിക്കുന്ന ഒരു മുനിപുത്രൻ വനത്തിൽ കാട്ടിലുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഒരു പട്ടാളക്കാരൻ ആ വഴിയെ കടന്നു പോകുന്നു. അപ്പൊ അയാൾ ഈ മുനിയുടെ ആശ്രമത്തിൽ വന്ന് ചോദിച്ചു, ഒരു രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ, രാവിലെ പോവാം എന്ന്. അപ്പൊ മുനിപുത്രൻ പറഞ്ഞു, ക്ഷമിക്കുക, അങ്ങ് രജോഗുണത്തിലുള്ള ആളാണ്. യുദ്ധം, വാള്, ചോര, ഇതൊന്നും എനിക്ക് ശരിയാവില്ല. തെറ്റായി ധരിക്കരുത്, ഇവിടെ അങ്ങയെ കൂട്ടാൻ പറ്റില്ല. അപ്പൊ ആ പട്ടാളക്കാരനും വിചാരിച്ചു, എന്തിനാ വെറുതെ മുനിയെ ശല്യപ്പെടുത്തുന്നത്? എന്നാ ശരി, ഞാൻ എവിടെയും കിടന്നോളാം, എന്റെ സാധനമൊക്കെ ഞാൻ ഇവിടെ വെച്ച് രാവിലെ വന്ന് എടുത്തോളാം, വാളും മറ്റേ എല്ലാം ആയുധമൊക്കെ ഇവിടെ വെച്ചിട്ട് രാവിലെ വന്ന് എടുത്തോളാം. അപ്പൊ ഞാൻ ശരി മൂലയ്ക്ക് വെച്ചോ, രാവിലെ വന്ന് എടുത്തോളൂ. രാവിലെ എണീറ്റ പട്ടാക്കാളൻ ഈ വാളെടുക്കാൻ മറന്നുപോയി. ഇത് ഈ ഋഷിയുടെ, ഈ മുനിയുടെ ആശ്രമത്തിൽ ആ സ്വാഡനെ മൂലയ്ക്ക്. ബ്യൂട്ടിഫുൾ സൈക്കോളജിക്കൽ സ്റ്റോറിയാണെന്ന് പറയാം. ആ വാള മൂലയ്ക്ക് ഇദ്ദേഹം ദിവസവും ആ വാളിനെ കാണും. അത് ജീവനില്ലാത്ത ഒരു സാധനമാണ്, അതിനെ ദിവസവും കാണും. പക്ഷെ ആ ഏരിയയിൽ പോവില്ല. ആശ്രമം എല്ലാം തൂത്ത് വൃത്തിയാക്കല്ല, ആ മൂലയ്ക്ക് പോവില്ല. നോക്കിയപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ വാളിന്റെ സൈഡിലെല്ലാം വല പിടിച്ചിരിക്കും. അപ്പൊ ഇദ്ദേഹം വൃത്തിയാക്കണ്ടേ, ഈ വാളിനെ തൂക്കി ആ പത്ത് വെച്ചിട്ട് എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി തൊടൂലേ. അങ്ങനെ ഒരാഴ്ച പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ വാളിനെ എടുത്ത് തൂക്കി അപ്പുറത്ത് വെച്ച് വൃത്തിയാക്കുമ്പോ അതിനെടുത്ത് ഇങ്ങനെ ഒന്ന് പഠിച്ചു. പിടിച്ചപ്പോ ഒരു പൗരുഷം, ശരീരത്തില് കറണ്ട് കയറിയ പോലെ ഒരു പൗരുഷം. ഏത്? ആ വാളിനെ പിടിച്ചപ്പോ ഉടനെ എന്ത് ചെയ്തു? അപ്പൊ ഡെയിലി ആശ്രമം തൂത്ത് വൃത്തിയാക്കും, വാളെടുക്കും. ഇതൊരാഴ്ച അങ്ങനെ കുറച്ച് ദിവസം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു, ഈ വാള് വെറുതെ ഇരിക്കരുത്, ഞാൻ കാട്ടിൽ വിറങ്ങും കമ്പും ഇതൊക്കെ പൂജയ്ക്ക് പഴങ്ങളൊക്കെ പറഞ്ഞു, ഇതും കൂടെ ഇരിക്കട്ടെ. അതുകൂടെ തോടി വെച്ചു. ആ വാളെടുത്ത ഷോൾഡറിൽ വെച്ചപ്പോ നടക്കുന്ന ഒരു ഗാംഭീര്യം, ഒരു ഭയങ്കര ഫീലിംഗ് ആയി.
അങ്ങനെ കുറച്ചു ദിവസം കാട്ടിൽ പോയി. പിന്നെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് വല്ല കമ്പും കേരും ഈ കല്ല് വാളും അതിന് വെട്ടി വന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു പച്ച പാമ്പ് ഒരു വള്ളിച്ചെടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. വെട്ടിയെ പറയാതെ പാമ്പിന് ഒരു വെട്ട്. ഉടനെ മനസ്സ് പറഞ്ഞു, ഷോ എന്ത് പാപമാണ് ചെയ്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജീവിയെ ഉപദ്രവിക്കാത്ത ആൾ പാമ്പിനെ വെട്ടി. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെ മറുപടി പറയാം, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് 4 ജീവികളെ കൊല്ലാം. ഏത്? തേള്, പാമ്പ്, ഇതൊക്കെ വിഷമുള്ളതാണ്. ഇതിനെ കൊന്നാലും പാവില്ല. മനസ്സ് ന്യായീകരിക്കാൻ പറയും. പിന്നെ കുറെ ദിവസം എന്ന് പോയാലും വാളും തൂക്കിക്കൊണ്ടേ പോകും. ഒരു ദിവസം ഒരു മരപ്പട്ടി ഇദ്ദേഹത്തിന്റെ പുറത്ത് ചാടി. ഇദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വാളെടുത്ത് അത് പോയി വെട്ട്. ഉടനെ മനസ്സ് പറഞ്ഞു, നിന്നെ ആക്രമിക്കാൻ വന്നപ്പോഴല്ലേ നീ കൊന്നു, നീയായിട്ട് പോയി മരപ്പട്ടിയെ വെട്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അയാള് കൊള്ളക്കാരനായി. ഒരു ജീവനില്ലാത്ത വാളിന്റെ ആ ഒരു സ്വാധീനം ശരിയാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ. അത് ആര് നേരത്തെ ഉപയോഗിച്ചു, ഇതെല്ലാം വളരെ പ്രധാനം. അപ്പൊ സീതാദേവി പറയാ, ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകും, രണ്ടാമത് ചെയ്യുമ്പോൾ മനസ്സ് ന്യായീകരിക്കും, മൂന്നാമത്തത് ശീലമാകും. ഒരിക്കൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റാനേ പറ്റില്ല. എല്ലാ ജീവനും വേദനയാണ്. അതുകൊണ്ട് ഈ 2 പ്രിൻസിപ്പിൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ലൈഫ് ടൈമിൽ അത് കരസ്ഥമാക്കണം. ഒന്ന്, ദിവസവും മുടങ്ങാതെ നാമജപം. രണ്ടാമത്തത്, എത്രയും പെട്ടെന്ന് എന്താവണം, ഇംഗ്ലീഷിൽ പറയും, യു ആർ വാട്ട് യു ഈറ്റ്. എന്തിനെ ഭുജിക്കുന്നുവോ അത് നമ്മുടെ ക്യാരക്ടറിൽ തീർച്ചയായിട്ടും വരും. ഒന്നും വേണ്ട, നമ്മുടെ പൂജകൾക്കൊക്കെ വെഞ്ചാമരം ഉപയോഗിക്കുന്നില്ല. ഗുരുവായൂർ കണ്ടിട്ടില്ലേ, രാത്രി ശീവേലി ഗാനപ്പുറത്ത് 2 കുട്ടികളിൽ നിന്ന് ഇങ്ങനെ മനോഹരമായി വെഞ്ചാമരം വീശു. ഈ ചാമരം എങ്ങനെ പൂജയിൽ വന്നു എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചമരി എന്ന് പറയുന്ന പശുവിന്റെ രോമമാണ് ഈ ചാമരം. ഹിമാലയൻ താഴ്വരകളിൽ മാത്രമേ ഈ പശുവിനെ കാണാൻ പറ്റുള്ളൂ. യാക് എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബദ്രീനാഥ്, കേദാർനാഥ് ഒക്കെ പോയി അതിനെ കാണാം. ഈ പൊമ്രേനിയും പട്ടിക്കുട്ടിയില്ലേ, ഇതുപോലെ ഇരിക്കും ആ പശു. തലയും കണ്ണും മുഖത്തെല്ലാം കൂടി കാണാൻ നല്ല രസമാണ്. നല്ല ഇങ്ങനെ 10 പോലെ ഇരിക്കുക പശു. ആ പശുവിന്റെ രോമമാണ് ഏത്? ഈ ചമരി, ഈ ചാമരം എന്ന് പറയും. ബദ്രീനാഥ്, എത്ര പേര് പോയിട്ടുണ്ട് ബദ്രീനാഥ് ക്ഷേത്രം? കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ട്. ബാക്കി ആരും പോയിട്ടില്ല. ലൈഫിൽ ഒരു സ്ഥലം വളരെ മനോഹരമായ 6 മാസം മാത്രമേ ഈ ക്ഷേത്രം തുറന്നിരിക്കൂ. 6 മാസം മനുഷ്യരെ ആരാധിക്കും. ഇപ്പോഴും സങ്കല്പം, വിശ്വാസം എന്താ വെച്ചാൽ 6 മാസം ദേവന്മാരെ ആരാധിക്കും എന്നാണ്. ദീപാവലിക്ക് നടയടയ്ക്കും, അക്ഷയ തൃതീയക്ക് നട തുറക്കും. 6 മാസം മാത്രമേ ക്ഷേത്രവും. ദീപാവലിക്ക് നടയടയ്ക്കുന്ന ദിവസം ചെറിയ ഒരു നെയ്വിളക്ക്, 1 അടി പൊക്കമുള്ള നെയ്വിളക്ക് വെച്ച് കത്തിച്ചിട്ട് വരും. 6 മാസം കഴിഞ്ഞ് നമുക്ക് ആ പൂജാരിയുടെ കൂടെ പോകും. അതൊരു ഉത്സവമാണ്. അക്ഷയ തൃതീയക്ക് ബദ്രീനാഥ് തുറക്കുന്നത്. ചെന്നാൽ എല്ലാം നമ്മളെ കൂടെ പോകും. നമുക്കും പൂജാരിയുടെ കൂടെ വാതിൽ തുറന്നാൽ ആ നെയ്വിളക്ക് 6 മാസം അണയാതെ കത്തിക്കൊണ്ടേയും. അത് കുറെ സയന്റിസ്റ്റുമാരൊക്കെ കണ്ടുപിടിച്ചു. അത് എന്തിനാ കത്തുന്നത്? അത് CO2 + H2O + ABK അതുകൊണ്ടാ കത്തുന്നത്. അതുകൊണ്ടല്ല കത്തുന്നത്. 6 മാസം ദേവന്മാർ ആരാധിക്കുന്നത് കൊണ്ടാണ് ഇത് കത്തുന്നത്. അത്രയ്ക്കും ആത്മീക ചൈതന്യവും അനുഗ്രഹവും നിറഞ്ഞ ഒരു സ്ഥലമാണ് ബദ്രീനാഥ്. ഇടയ്ക്ക് ഒരു ഇപ്പൊ ആ ക്ഷേത്രം എന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ്. അവർ ആർമിക്കാരാണ്, പട്ടാളമാണ് ആ ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബദ്രീനാഥ് ക്ഷേത്രം. കാരണം 6 മാസം മഞ്ഞ് കൊണ്ട് മൂടും. മഞ്ഞ് കുറഞ്ഞത് 20 അടി പൊക്കത്തിലൊക്കെയാണ് മഞ്ഞ് കൊണ്ട് മൂടുന്നത്. നമ്മൾ വല്ല കാര്യം വെച്ച് അകത്ത് പോകും, ജീവസമാധി. അങ്ങനെയാണ്. അപ്പൊ അവിടെ പട്ടാളക്കാർ മാത്രമേ കാണൂ. ആർമി, ബോർഡർ സെക്യൂരിറ്റി, അവരൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ക്ഷേത്രം. ഒരു കാലഘട്ടത്ത് ചില വർഷങ്ങൾക്ക് മുമ്പേ ബുദ്ധഭിക്ഷുക്കളുടെ കയ്യിലുണ്ടായിരുന്നു ഈ ക്ഷേത്രം, ബദ്രീനാഥ് ക്ഷേത്രം.
അപ്പൊ ഈ ബുദ്ധ സന്യാസിമാര് മാംസം കഴിക്കുമായിരുന്നു. ബദ്രി വിശാൽ ഭഗവാന് തന്നെ ഇഷ്ടപ്പെടാതെ ചോര പടിഞ്ഞ കൈകളുള്ളവരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഭഗവാൻ ഒരു ദിവസം ഈ ബുദ്ധഭിക്ഷുക്കൾ വന്ന് ബദ്രിനാരായണ സ്വാമിയുടെ ക്ഷേത്രം തുറക്കുന്നു. മൂല വിഗ്രഹം കാണാൻ ബദ്രിനാഥ് സ്വാമി അമ്പലം വിട്ട് ഓടിപ്പോയി. എന്തുകൊണ്ടാ? ഇവരുടെ കൈകൾ കൊണ്ട് പൂജ സ്വീകരിക്കാൻ മടിച്ചത്. അപ്പോ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ നമ്മുടെ കൈയും ഹൃദയവും മനസ്സും എല്ലാം ചോരപ്പെടും. അതിലും വലിയ പാപമാണ് ഗോമാംസം കഴിക്കുന്നത്. സപ്തമാതൃക്കൾ 7 അമ്മമാരിൽ ഒരാളാണ് ആര്? അപ്പോ അവരുടെ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കില്ല. അപ്പോ ഈ ബുദ്ധഭിക്ഷുക്കൾ വന്ന് അമ്പലം തുറന്നപ്പോൾ ബദ്രിനാരായണ സ്വാമിയുടെ വിഗ്രഹം കാണാനില്ല. ഭഗവാൻ അമ്പലം വിട്ട് പോയി. അവർ 3 ദിവസം ആ പരിസരം മുഴുവനും അന്വേഷിച്ചു. വിഗ്രഹം കണ്ടു കിട്ടിയില്ല. പിന്നെ അവർ ഉപേക്ഷിച്ചു. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ബദ്രിനാരായണ സ്വാമിയുടെ വിഗ്രഹം ബദ്രിനാഥ് സ്വാമിയുടെ ഗോശാലയിൽ ചെന്ന് ഈ ചമരി പശുവിന്റെ രോമത്തിന്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുക. ഇവരുടെ കൈകൾ കൊണ്ട് എനിക്ക് പൂജ വേണ്ട എന്ന് പറഞ്ഞ് വിഗ്രഹം ഒളിച്ചിരിക്കുന്നു. കുറച്ചു കാലം ഇവരൊക്കെ തപ്പി അന്വേഷിച്ചു, കിട്ടാണ്ട് വന്നപ്പോ അവർ ഉപേക്ഷിച്ചു. ഭഗവാൻ ആ പശുവിന് നന്ദി പറഞ്ഞു. വലിയ പാപത്തിരുന്നാണ് നീ എന്നെ രക്ഷിച്ചത്. ദൈവത്തിന് പാപമില്ല, എന്നാലും ഇങ്ങനത്തെ ഒരു കർമ്മത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് നിന്റെ രോഗം കൊണ്ട് എനിക്ക് ചാമരമാവൊരു ഇത് വീശിയാലേ ഏത് പൂജയും പൂർത്തിയാവുള്ളൂ എന്ന് ചമരി പശുവിനെ അനുഗ്രഹിച്ചു. അന്ന് മുതലാണ് അതിന്റെ രോമം കൊണ്ട് എന്ത് ചെയ്യുന്ന പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഈ രോമം കൊണ്ട് ചാമരമായിട്ട് വീശുന്നത്. അപ്പോ സസ്യബുക്കാവുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള പ്രക്രിയ. ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തത് പ്രക്രിയ എന്താണ്? 2 കാര്യം: നാമജപവും പിന്നെ സസ്യബുക്കാവും. മൂന്നാമത്തത് അങ്ങനെ ആയാൽ ഉണ്ടാകുന്ന ഫലം എന്താണ്? അതാണ് അടുത്ത സെക്ഷൻ. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തില് വളരെ അപ്രസക്തമായ ഒരു ചെറിയൊരു ഭാഗം രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. രാമരാവണ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവണനെ വധിച്ച് വിഭീഷണനെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സീതാദേവിയെ രക്ഷിച്ചതിന് ശേഷം രാമൻ വന്നിട്ട് രാമേശ്വരത്തിൽ എല്ലാ പൂജകളും കഴിഞ്ഞ് എല്ലാം ഇന്നും അവിടെ ഉണ്ട്. 21 വ്യക്തികൾ അവർ ഈ യുദ്ധത്തിന് ശേഷം ഇതെല്ലാം ശുദ്ധമാക്കാൻ വേണ്ടി അവഭൃത സ്നാനം ചെയ്ത സ്ഥലമാണ് രാമേശ്വരം. ഓരോരുത്തരും പൂജകൾ ചെയ്ത് അവർക്ക് സ്നാനാദി കർമ്മങ്ങൾക്ക് വേണ്ടി കിണർ കുഴിച്ച് ആ വെള്ളം എടുത്ത്, ഇപ്പോഴും നിങ്ങൾ രാമേശ്വരം പോയാൽ 10-20 കിണറുണ്ട്. നളൻ കുളിച്ചത്, നീല, അംഗത, ജാമ്പവ, സുഗ്രീവ, റാം, ലക്ഷ്മൺ, സീത എല്ലാവരും പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്ത്, കാരണം ഘോരമായ ഒരു യുദ്ധമാണ് കഴിഞ്ഞ് അവിടെ വന്ന് കുളിച്ച് കിണർ കുഴിച്ച് പിന്നെ അവരെല്ലാം കുളിച്ച് സ്നാനാദി കർമ്മങ്ങളെല്ലാം ചെയ്തു. അവസാനം ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ സമുദ്രത്തിലും കുളിക്കാൻ ചെയ്തു. അപ്പൊ അവിടെ പോയപ്പോ തന്റെ ഉടവാൾ എടുത്തിട്ട് അദ്ദേഹം ആ സമുദ്ര തീരത്ത് വാളെടുത്തങ്ങ് കുത്തിവെച്ചു. ചെന്ന് സമുദ്രത്തിൽ കുളിച്ചിട്ട് വന്ന് ശ്രീരാമചന്ദ്രമൂർത്തി തന്റെ വാള് ആ മണലിൽ ഇരുന്ന് എടുത്തപ്പോ അതിന്റെ അറ്റത്ത് ചോരയുണ്ടായി. ഇതെല്ലാം തീർന്നു, പാപങ്ങൾ കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു, എല്ലാം തീരാൻ വേണ്ടിയാണ് ശ്രീരാമചന്ദ്രമൂർത്തി ചെയ്തത്. പക്ഷെ അവസാനം ഈ വാള് മണലിൽ നിന്ന് ഊരി നോക്കിയപ്പോ ഈ വാളിന്റെ അറ്റത്ത് ചോരയുണ്ടായി. ഷോ എന്ന് പറഞ്ഞ മണ്ണൊക്കെ മാന്തി എല്ലാം നീക്കി നോക്കിയപ്പോ
അവിടെ ഒരു തവള പകുതി ജീവനില് ഇങ്ങനെ പിടയ്ക്കുക. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി? ഒരു ചെറിയ ശബ്ദമെങ്കിലും പുറപ്പെടുവിക്കായിരുന്നല്ലോ. അപ്പോ പ്രഭു പറഞ്ഞു, നീ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ വാളിവിടെ കുത്തൂല്ല. അപ്പൊ തവള പറഞ്ഞു, ഏത് പ്രശ്നം ശത്രുക്കൾ വന്നാലും എന്തെങ്കിലും എനിക്കൊരു ദോഷം വന്നാൽ ഞാൻ രാമന വിളിക്കുക. ആ രാമനെയും വാള് കൊണ്ടുവന്ന് കുത്തിയ പിന്നെ ഞാൻ ആരെ വിളിക്കും? ഒരു അബദ്ധത്തിൽ പറ്റിയത്. പക്ഷെ രാമായണം പറയുന്നു, ബാക്കി എല്ലാ കർമ്മവും മാറ്റിവെച്ച് ശ്രീരാമൻ ആ തവളയെ, തവളയ്ക്ക് അന്ത്യേഷ്ടി കർമ്മം, അവസാനത്തെ എല്ലാ കർമ്മവും ചെയ്ത് തവളയ്ക്ക് മോക്ഷപ്രാപ്തി കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോ രാമായണത്തിൽ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. ചെറിയ നിസാരമായ ഒരു ചെറിയ സേവനം ചെയ്താൽ പോലും ഭഗവാൻ അതിനെ ഓർത്ത് അതിനെ വലുതാക്കി അയാൾക്ക് അർഹിക്കാത്ത കീർത്തികളെല്ലാം കൊടുത്ത് ഈ ജീവൻ വിടിയുമ്പോൾ തിരിച്ച് ഈശ്വരന്റെ ലോകത്തിൽ കൊണ്ടുപോയി ശാശ്വതമായി കൂടെ ഇരുത്തുമെന്നാണ്. ദയാലു. എത്ര ഒരാളൊന്ന് ഈശ്വരനോട് അല്പം കനിവ് അല്ലെങ്കിൽ നാമജം എന്തെങ്കിലും ചെയ്താൽ അയാൾ ജന്മജന്മാന്തരം ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളും എല്ലാം അതോടെ ഇല്ലാണ്ടാകും. രാവണനെ പോലും പലവട്ടം ശ്രീരാമചന്ദ്രമൂർത്തി ക്ഷമിക്കാൻ തയ്യാറായി. യഥാർത്ഥത്തിൽ രാമരാവണ യുദ്ധത്തില് രാവണൻ ഫസ്റ്റ് ഡേ രാവണനാ യുദ്ധത്തിൽ വന്നത്. പിന്നെ രാവണ യുദ്ധത്തിലേ വന്നില്ല, അവസാനമാ വന്നത്. അത് കഴിഞ്ഞപ്പോ മകനെ അയച്ചു, സഹോദരന്മാരെ അയച്ചു, സഹോദരന്റെ മക്കളെ അയച്ചു, മറ്റു മക്കളെ അയച്ചു, എല്ലാരെ അയച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ യുദ്ധത്തില് ഫസ്റ്റ് ഡേ ആര് വന്നു? രാവണൻ. സിംഹങ്ങളെ കൊണ്ട് കെട്ടിയ ഒരു രഥത്തിലാ വന്നത് ലങ്കേശ്വരൻ രാവണൻ. കാരണം യമന് നേർക്കുനേർ യുദ്ധം ചെയ്ത ഒരു വ്യക്തിയാണ് രാവണൻ. യുദ്ധത്തിൽ വലുതായിട്ട് ജീവിതം മുഴുവനും പരാജയം എന്താണെന്ന് അറിയാം, തോറ്റിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു രാവണൻ. ശ്രീരാമൻ സാധാരണ നരൻ, മനുഷ്യൻ, നിസാരമായി ഞാൻ തോൽപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് സിംഹങ്ങൾ കൊണ്ട് പൂട്ടിയ രഥത്തിലാണ് രാവണൻ വന്നത്. അന്ന് മുഴുവനും ഭയാനകമായ ഒരു യുദ്ധം നടന്നു ശ്രീരാമനും രാവണനും എതിരെ. അതുവരെ പ്രപഞ്ചമേ കാണാത്ത ഒരു വലിയ യുദ്ധമാണെന്ന് നടന്നത്. യുദ്ധത്തിന്റെ അവസാനത്തിൽ രാമചന്ദ്രമൂർത്തി നിസാരമായ രാവണന്റെ സർവത്ര ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും മുറിച്ച് നിരായുധപാണിയായി രാവണനെ നിർത്തി. കയ്യിൽ ഒരു ആയുധം ഇല്ലാതെ രാവണൻ നിൽക്കാം. ക്ഷണനേരം കൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി വേണമെങ്കിൽ വിചാരിച്ചാൽ രാവണനെ തട്ടിക്കൊല്ലാമായിരുന്നു. അപ്പോ രാവണൻ പോലും മനസ്സുകൊണ്ട് വിചാരിക്കുക, അയ്യോ വേഗത്തിന്റെ ആയുധം കൊണ്ട് മരിച്ചാൽ മതി. കാരണം തോറ്റ് എനിക്ക് തിരിച്ച് ലങ്കയിൽ പോകാൻ പറ്റില്ല, ആരുടെ മുമ്പേയും മുഖം കാണിക്കാൻ പറ്റില്ല. എന്താണ് ഇദ്ദേഹം എന്നെ തോൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ നോക്കി പറയാ, ലങ്കേശ്വര രാവണ, നിന്നെ കണ്ടാൽ ഒരുപാട് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു, പോയിട്ട് നാളെ വാ. കമ്പരാമായരുടെ രാമായണത്തിൽ ആ വരി ഭയങ്കര ഫേമസ് ആണ്. ഇன்று പോയി നാളെ വാ, പോയിട്ട് നാളെ വാ. ലക്ഷ്മണൻ ചോദിക്കുന്നു, നിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആയുധമൊക്കെ ഒറ്റയടി കൊന്നത് പണി തീർന്നില്ലേ? റൈറ്റ്? ഇപ്പോഴും അപ്പൊ രാമചന്ദ്രമൂർത്തി പറയാ, നിരായുധപാണിയായ വ്യക്തിയെ കൊല്ലാൻ. ഈ ധർമ്മം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ അവസ്ഥയാണ്. ലക്ഷ്മണനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ദേഷ്യം, ഒരായുധം ഇല്ലാതെ കൊന്ന പണി തീർന്നില്ല, സീതാദേവിയെ രക്ഷിച്ചു പോവാമായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി ആ ക്ഷണവും പറഞ്ഞു, ലങ്കേശ്വര രാവണ, പോയിട്ട് നാളെ. ഇപ്പോഴും താമസിച്ചില്ല രാവണ, ഇന്ന് രാത്രി സന്ധ്യയ്ക്ക് മുമ്പേ നീ സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എന്റെ വാനര സൈന്യവും ഇതേപോലെ തിരിച്ചു പോവാം, ലങ്കയ്ക്ക് ഒരു ക്ഷണവും വരില്ല എന്ന്. അപ്പോ ലക്ഷ്മണൻ ചോദിച്ചു, പ്രഭു എന്തിനാ നിനക്ക് ചെയ്തത്? അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഒരു അഭിമാനിയായ വ്യക്തിയെ
ദേഹത്തിൽ നോവിക്കുന്നതിനേക്കാളും മനസ്സിൽ നോവിച്ചു കഴിഞ്ഞാൽ ഇനി രാവണൻ യുദ്ധത്തിൽ വന്നാൽ അത് ചത്ത രാവണനായിരിക്കും. കാരണം ഇന്ന് ഞാൻ രാവണനെ വധിച്ചു കഴിഞ്ഞു. നിരായുധപാണിയായി മാപ്പ് കൊടുത്ത് വിട്ടപ്പോ തന്നെ ശരിക്കും ഒരു ക്ഷത്രിയന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. നാളെ മുതൽ വരുന്നത് ജീവനില്ലാത്ത രാവണനായിരിക്കും എന്ന് ശ്രീരാമചന്ദ്രമൂർത്തി. ആ ഒരു അവസ്ഥയിലും പ്രഭു രാവണനെ ക്ഷമിച്ചു. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഈ രഥം തേരോട്ടിയെ തിരിച്ച് ഇന്ദ്രന്റെ അടുത്ത് പറഞ്ഞു വിടുക. കാരണം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ രഥം തെളിയിക്കാൻ ദേവേന്ദ്രൻ എന്ന ഒരാളെ അയച്ചു. ആ ആളെ തിരിച്ചു പോകും. അപ്പൊ ദേവേന്ദ്രന്റെ അടുത്ത് പോകുന്ന തേരാളി ചോദിച്ചു, പ്രഭു സേവനമെല്ലാം കഴിഞ്ഞു, സീതാദേവിയെ അങ്ങ് രക്ഷിച്ചു, വിഭീഷണനെ ചക്രവർത്തിയായി പട്ടാഭിഷേകവും ചെയ്തു, എന്തെങ്കിലും ഒരു സന്ദേശം ഞാൻ ദേവസദസ്സിൽ ചെന്ന് പറയണോ എന്ന് ചോദിച്ചപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ആ തേരാളിയെടുത്ത് ദേവേന്ദ്രന്റെ അടുത്തും യമധർമ്മന്റെ അടുത്തും ഒരു വിവരം അറിയിക്കണം. എന്താണ്? രാവണനും എനിക്കും ഉണ്ടായത് വ്യക്തിപരമായ ഒരു യുദ്ധമായിരുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എനിക്ക് എന്റെ പത്നി സീതയെ തിരിച്ച് രക്ഷിക്കണമായിരുന്നു. എനിക്കും രാവണനും തമ്മിൽ നടന്നത് ഒരു വ്യക്തിപരമായ യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത കൂടാനുകൂടി വാനരന്മാർ മരിച്ചു. എത്രയോ ലക്ഷക്കണക്കിലുള്ള രാക്ഷസന്മാര് മരിച്ചു. മരങ്ങളെല്ലാം ഹനുമാൻ പിഴുതിട്ട് നശിപ്പിച്ചു. പർവ്വതങ്ങളെല്ലാം വാനരന്മാർ നശിപ്പിച്ചു. എന്താ പറയാ, സ്വർണ്ണലങ്കാപുരിയിലുള്ള കൊട്ടാരങ്ങളെല്ലാം അഗ്നിക്ക് ഇരയായി. എത്രയോ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും കഷ്ടപ്പെട്ട് മരിച്ചു. അതുകൊണ്ട് യമധർമ്മന്റെ അടുത്ത് പറയണം, രാവണനും രാവണന്റെ പുത്രന്മാർ ഒഴിയെ ബാക്കി അത്ര വാനരന്മാർക്കും തിരിച്ച് ജീവൻ കിട്ടണം. മരിച്ചുപോയ ഓരോരോ രാക്ഷസനും തിരിച്ച് ജീവനോട് വരണം. അവർ പിഴുതിട്ട മരങ്ങൾ, പൊട്ടിച്ച പർവ്വതം, ഒരു പുൽക്കൊടിക്ക് പോലും ക്ഷതം വരാതെ എല്ലാം തിരിച്ച് അതതിന്റെ സ്ഥാനത്ത് എത്തണം എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഒരു ജീവനെയും ശ്രീരാമചന്ദ്രമൂർത്തി വേദനിപ്പിച്ചിട്ടില്ല. അവസാനം യുദ്ധത്തിൽ മരിച്ചത് രാവണനും രാവണന്റെ മക്കളുമാണ്. ബാക്കി എല്ലാം പുൽക്കൊടിയും മരങ്ങളും പർവ്വതങ്ങളും പക്ഷികളും കൃമികീടങ്ങളും രാക്ഷസനും വാനരും എല്ലാവരും പൂർവ്വസ്ഥിതി പ്രാപിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ട് ആ ഭഗവാനെ ദയാലു, ആർക്കും വേദന വരുത്താം. ദിവസവും യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധഭൂമിയിൽ സന്ധ്യയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തി ഇങ്ങനെ വലം വെച്ച് വരുവായിരുന്നു. എന്താ നടക്കുന്നതെന്നൊക്കെ കാണും. അപ്പൊ വാനരന്മാരെല്ലാം കല്ല് പൊട്ടി കാല് പൊട്ടി വേദനയിൽ പിടയുന്നത് കാണുമ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി കണ്ണീര് കൊണ്ട് ഈ ത്യാഗമെല്ലാം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു തരും എന്ന് ചോദിച്ചു. അത് വാനരന്മാർ മാത്രമല്ല, രാക്ഷസന്മാരും അവിടെ എല്ലാം വീണ് കിടക്കുമായിരുന്നു. രാവണൻ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ആ രാക്ഷസന്മാരും യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന രാക്ഷസന്മാർക്കും എല്ലാ തരത്തിലുള്ള കാരിങ് ശുശ്രൂഷിക്കുന്നതെല്ലാം ശ്രീരാമചന്ദ്രമൂർത്തിയായിരുന്നു. അപ്പൊ രാക്ഷസന്മാർ ചിന്തിക്കും, നമ്മുടെ നായകൻ നമ്മളെ തിരിച്ചു നോക്കുന്നേയില്ല. ആരെയാണോ നമ്മൾ കൊല്ലാൻ വന്നത് ആ ശത്രുവാണ് നമ്മളെ എല്ലാം പരിചരിക്കുന്നത് എന്ന് ക്രമേണ രാക്ഷസന്മാർക്കും പ്രഭുവിന്റെ അടുത്തൊരു അഭിമാനം ഉണ്ടായി. ഒരു കൊരങ്ങനങ്ങ് വേദനയിൽ പെടയ. അപ്പോ അവൻ കയ്യൊക്കെ മുറിഞ്ഞ് കാലൊക്കെ മുറിഞ്ഞ് തല പൊട്ടി മാറു പിളർന്ന് വേദനയിൽ അതിന്റെ പെടയുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി കണ്ണു നിറഞ്ഞുപോയി ആ കൊരങ്ങന്റെ ഹൃദയത്തിൽ കൈവച്ചു. ആ ബാലൻ കണ്ടു തുറന്നു നോക്കിയപ്പോ പ്രഭു നിൽക്കുന്നു. ചാടി ഇരുന്നിട്ട് ആ ബാലൻ പറയാ, പ്രഭു ഇന്ന് 10 രാക്ഷസന്മാരെ കൊന്നു, നാളെ 20 ഞാൻ കൊന്നുകളയും. പറയുന്ന വാനരന് കയ്യുമില്ല കാലുമില്ല. ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് ചൊല്ലിയ പ്രഭു ചോദിച്ചു, ഇതെല്ലാം ഞാൻ എങ്ങനെ തിരിച്ചു തരും? അതുകൊണ്ടാണ് ഈ വാനരന്മാരെല്ലാം വീണ്ടും ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലായപ്പോ എല്ലാം സ്വന്തം കൈകൊണ്ട് വെണ്ണ ഊട്ടുകയും പരിചരിക്കുകയും എല്ലാം ചെയ്തു. ഒരു നല്ല ഒരു
രാമായണത്തിൽ ഒരു രസകരമായ ഭാഗമുണ്ട്. ശാരംഗ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്. അതായത് രാവണന്റെ അതിവിദഗ്ധനായ സ്പെഷ്യൽ ടാലന്റ് ഉള്ള ഒരു ചാരനാണ് ഈ ശാരംഗൻ. എവിടെ വേണമെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയും ഈ ശത്രുക്കളുടെ കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ആളാണ്. ഈ ശാരംഗന്റെ അടുത്ത് രാവണൻ പറഞ്ഞു, ശാരംഗ, നീ രാമന്റെ സൈന്യത്തിനകത്ത് കേറിയിട്ട് അവരുടെ പദ്ധതികൾ എന്താണ് പ്ലാൻ, എന്ത് വ്യൂഹത്തിലാണ് അവർ അറ്റാക്ക്, എല്ലാം തിരിച്ചറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ഈ സ്പൈനെ വിട്ടു, ചാരനെ വിട്ടു. ഈ ചാരൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് വാനരന്മാരുടെ രൂപം സ്വീകരിച്ചിട്ട് ഈ വാനരന്മാരുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറി. പക്ഷേ നിമിഷ നേരത്തിനകം കൊരങ്ങന്മാർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ആളല്ല. കാരണം അവർക്ക് അവരുടെ കാര്യമൊക്കെ അറിയാം. കണ്ടുപിടിച്ചു, ഒരു മരത്തിൽ പിടിച്ച് കെട്ടി വെച്ചിട്ട് അടിയോടടി ഈ ശാരംഗൻ. ഇതിന് തമാശ ചില വാനരന്മാര് വന്നിട്ട് ഈ ശാരന്റെ മുഖത്ത് മൂത്രമൊഴിച്ചു വെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇവർ യുദ്ധം ചെയ്തത്. ഒരു ദിവസം ഇന്ദ്രജിത്ത് പരാജയപ്പെട്ടിട്ട് വരാം. രാവണൻ ദേഷ്യത്തിലും, നീ നാഗരൂപത്തിൽ ചെന്ന് വിജയിച്ച ആളാണ്, ഇന്ദ്രന്റെ മകനെ വരെ തോൽപ്പിച്ച് ഈ കൊരങ്ങന്മാരുടെ മുമ്പിൽ നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇന്ദ്രജിത്ത് പറഞ്ഞു, എന്റെ പിതാവേ രാവണ, ഇവർക്ക് യുദ്ധം അറിഞ്ഞെങ്കിൽ ഞാൻ എപ്പോഴും ഇവരെ തോൽപ്പിച്ചത്. അവർക്ക് യുദ്ധം എന്താണെന്നേ അറിഞ്ഞൂടാ. പിന്നെ എന്താ സംഭവിക്കണേ? ഞാൻ ഓരോരു ദിവ്യാസ്ത്രവും എടുത്തിട്ട് മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന നേരം അതിൽ മൂത്രമൊഴിച്ചു. ആ അസ്ത്രം പ്രവർത്തിക്കില്ല. എന്റെ അസ്ത്രമെല്ലാം ഈ വാനരന്മാർ ഇങ്ങനെയാണ് നശിപ്പിക്കുന്നത്. അതും ചെയ്തിട്ടും ഈ ഹനുമാനും മറ്റു കൊരങ്ങന്മാരും ഇന്ദ്രജിത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വാലും എടുത്ത് കഴിച്ച് വാൽ തലയിട്ട് ഡാൻസ് കൂടുതൽ ഇളക്കി വിടാം. ഇങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്. ഞാൻ എങ്ങനെ തോന്നില്ല. ഈ ശാരംഗനെ മരത്തിൽ കെട്ടിവെച്ച് അടിയോടടി കൊരങ്ങന്മാരില്ല. അവൻ നിലവിളിക്കുന്നതിന്റെ ഇടയ്ക്ക് അവനും വിളിച്ചു രാമായൻ. ഉടനെ പ്രഭു ചോദിച്ചു, വിഭീഷണ, ആരാത്? എന്താണ് അവിടെ പ്രശ്നം? വിഭീഷണൻ പറഞ്ഞു, രാവണന്റെ ഏറ്റവും വിശ്വാസമുള്ള, ഏറ്റവും വിദഗ്ധനായ കഴിവായ ചാരന വന്നിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ അവനെ കണ്ടുപിടിച്ചു, അടിയോടടി കൊടുക്കാം. അയ്യോ, അവൻ എന്റെ നാമം പറഞ്ഞ് വിട്ടേക്കാൻ പാടില്ല. ലക്ഷ്മണൻ ചോദിച്ചു, പ്രഭു ഇങ്ങനെയൊക്കെ നോക്കിയാൽ ശരിയാവില്ല. ഇല്ല, അവനെ വിട്ടേക്ക്. എന്നെ ആശ്രയിക്കുന്നതിനേക്കാളും എന്റെ നാമത്തിനെ ഒരു തവണ ഉരുവിട്ടാൽ മതി. അവൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ദുഃഖവും വരില്ല. അയച്ചുവിട്ടു. ശാരംഗൻ നന്ദിയെല്ലാം പറഞ്ഞ് തിരിച്ചു പോകുന്ന ശാരംഗനെ രാമചന്ദ്രമൂർത്തി വിളിച്ചു, ശാരംഗ ഇങ്ങോട്ട് വാ. വിചാരിച്ചു അടുത്ത അടി തുടങ്ങിയോ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വാ, നീ എന്തിനാ വന്നത്? പിന്നെ രാവണൻ പറഞ്ഞു, ഇവിടുത്തെ പദ്ധതികളെല്ലാം മനസ്സിലാക്കി. വിഭീഷണ, അവൻ എല്ലാം വിശദീകരിച്ചു കൊടുത്തു. നമ്മൾ എങ്ങനെയാ യുദ്ധം ചെയ്യാൻ പോകുന്നത്, എന്ത് വ്യൂഹത്തിലാ പോകുന്നത്, എത്ര ആൾ ഏത് ദിശയിൽ നിന്ന് ആക്രമിക്കും, നമ്മുടെ പദ്ധതികളെല്ലാം പറഞ്ഞു. ചോദിക്കുന്നതും ചോദിക്കാത്തതും എല്ലാം മറുപടി പറഞ്ഞു. മുഴുവൻ പ്ലാനും ആർക്ക് പറഞ്ഞു കൊടുത്തു? ചെന്ന് നീ രാവണന്റെ അടുത്ത് പറ. വിചാരിക്കാം, ഇങ്ങനെയും ഒരു വ്യക്തി ഉണ്ടോ? എല്ലാവരും രാമ രാമ എന്ന് പറയുന്നത് സത്യമാണ് എന്ന് വിചാരിച്ചിട്ട് രാവണന്റെ അടുത്ത് പോകും. രാവണൻ അങ്ങനെ സിംഹാസനത്തിൽ ശാരംഗന്റെ വരവും കാത്തിരിക്കുക. ശാരംഗൻ അവിടെ നിന്നേ പതുക്കെ വരുന്നു. ശാരംഗ, എന്താണ് കാര്യം? ഉടനെ ശാരംഗൻ പറഞ്ഞു, ഞാൻ പോയി, ഇതാണ് അവരുടെ പദ്ധതി, ഇതാണ് കാര്യം, ഇങ്ങനെ എല്ലാം വിശദീകരിച്ചു. കഴുത്തിൽ കിടന്ന മുത്തുമാലകളെല്ലാം പറിച്ചെടുത്ത് ശാരംഗന് സമ്മാനമായി കൊടുത്തു. നീ നിന്റെ സന്തോഷത്തിന് കാരണമായി. പതുക്കെ വാതിൽ വരെ പോയ ശാരംഗൻ ആ രാക്ഷസൻ എത്തി നോക്കിയിട്ട് പറഞ്ഞു, അപ്പോ എനിക്ക് ഒരു കാര്യം പറയാം. ചോദിച്ചു, എന്താണ്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇപ്പോഴും താമസിച്ചില്ല. സീതാദേവിയെ വിട്ടുകൊടുത്ത നമ്മൾ കാരണം ഈ അടിവാഞ്ച് എക്സ്പീരിയൻസ്, സീതാദേവിയെ വിട്ടുകൊടുത്താൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും എന്നൊരു അക്ഷരം പറഞ്ഞപ്പോ രാവണൻ അവിടെ കിടന്ന ഗദയെടുത്താണ് എറിഞ്ഞത്. ആരുടെ പുറത്ത്? ശാരംഗന്റെ പുറത്ത്. ശാരംഗൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഓടുക, ശത്രു എന്നെ സ്വീകരിച്ച് രക്ഷിച്ചു, എന്റെ നാഥനിത എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ ദയ, സ്നേഹം,
ഇതിന്റെയൊക്കെ സ്വരൂപമായിരുന്നു രാമചന്ദ്രൻ. ഒരു ചെറിയ സേവനം, ഒരു തവണ നാമം ജപിച്ചാലും മതി, അവരെ രക്ഷിക്കേണ്ടത് തന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ രക്ഷിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ആ യുദ്ധകാന്ഡം വായിച്ചു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയാണ് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞത്. ആ യുദ്ധം കഴിഞ്ഞ് സീതാദേവിയെ രക്ഷിച്ചതിന് ശേഷം ഓരോരു വാനരന്റെ അടുത്ത് ചെന്നിട്ടും അവന്റെ പേര് പറഞ്ഞു അവന്റെ അടുത്ത് നന്ദി പ്രകടിപ്പിച്ചു. എന്തിനാണ് നീ വന്നത്? നിനക്ക് ഞാൻ എന്ത് കൈമാറായി തരും? ഓരോ വാനരന്മാരെയും ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് നന്ദി. രാമന്റെ സ്പർശനമേറ്റ നിമിഷം ഈ വാനരന്മാരെല്ലാം തുള്ളിച്ചാൾ. കാരണം അവർക്ക് ഇതിൽ പരം വേറൊന്നും വേണ്ട. അത്രയും സന്തോഷത്തിൽ അവർ ആറാടുമായിരുന്നു. ഇങ്ങനെ മനോഹരമായി രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിനെ കുറിച്ച് വിവരിക്കുന്നു. ഇങ്ങനെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞു. പട്ടാഭിഷേകം കഴിഞ്ഞു മാസങ്ങളോളമായി, വർഷങ്ങളോളമായി വിഭീഷണൻ തിരിച്ച് ലങ്കയിലോട്ട് പോകുന്നില്ല. ജനക മഹാരാജാവ് മിഥിലയിലോട്ട് പോകുന്നില്ല. സുഗ്രീവൻ കിഷ്കിന്ധയിലോട്ട് പോകുന്നില്ല. ഇവരെല്ലാവരും അയോധ്യയിൽ തന്നെ കഴിയുന്നു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവർക്ക് ആർക്കും തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിയെ വിട്ട് പിരിയാനുള്ള മനസ്സില്ലായിരുന്നു. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോയാൽ രാമായണം പറയുന്നത് 3 ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിക്കില്ല. പിന്നെ അവരായിട്ട് ഇറങ്ങുന്നു പറയുന്നില്ലേ. അപ്പോ ഈ വാക്കുണ്ട് അതിഥി, ഗസ്റ്റിന് പറയും അതിഥി. തിഥി അറിയിക്കാതെ വരുന്ന ആളാണ് അതിഥി. ഗസ്റ്റ് നേരത്തെ വിളിച്ചു പറയാതെ, ഒരു മെസ്സേജും ഇല്ലാതെ പെട്ടെന്ന് വീട്ടില് കോളിംഗ് ബെല്ലടിക്കും, വാതിൽ തുറക്കുമ്പോൾ ഒരാൾ നിൽക്കും. അപ്പോ നമ്മുടെ എല്ലാ ജോലിയും നമ്മൾ മാറ്റിവെച്ച് അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ സ്വീകരിക്കും. ആ തിഥി നേരത്തെ തിഥി അറിയിക്കാതെ വരുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെ വരുമല്ലേ, എപ്പോ ബുധനാഴ്ച വരുന്ന മുമ്പ് ഒന്ന് വിളിച്ചു പറയണേ, എന്തിനാ വാതിൽ കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ പറഞ്ഞറിയിക്കാതെ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്ന വ്യക്തിയെ സേവിച്ചു കഴിഞ്ഞാൽ ദേവോ ഭവ, അതിഥി ദേവോ ഭവ, ദേവന്മാരെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ അയോധ്യയിൽ എന്ത് പറ്റി? യുദ്ധം കഴിഞ്ഞു, മാസങ്ങളായി, വർഷങ്ങളായി. ജനക മഹാരാജ തിരിച്ചു പോകുന്നില്ല, വിഭീഷണൻ പോകുന്നില്ല, സുഗ്രീവൻ, ആരും അവരവരുടെ ദേശത്ത് പോകുന്നില്ല. ചെന്ന് പറയാൻ പറ്റുമോ? കുറെ ദിവസമായി നിങ്ങൾ വീട്ടിൽ പോകുന്നു പറയാൻ പറ്റും. പതുക്കെ ശ്രീരാമചന്ദ്രമൂർത്തി വിഭീഷണന്റെ അടുത്ത് പറഞ്ഞു, വിഭീഷണ, ഏകദേശം വർഷമായി, നിനക്ക് നിന്റെ രാജ്യകർമ്മങ്ങളൊക്കെ നോക്കണ്ടേ? രാവണന്റെ മരണത്തിന് ശേഷം നീ ചെന്നതെല്ലാം ശരിയാക്കണം, പ്രജകളെ സ്നേഹത്തോടും വാത്സല്യത്തോടും സംരക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു ഒരുവിധം വിഭീഷണനെ പറഞ്ഞു. അടുത്തത് ജനക മഹാരാജ, വൈഫിന്റെ അച്ഛൻ. അങ്ങനെ പെട്ടെന്ന് പറയാനും പറ്റും. നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും വഴക്കിട്ടോളൂ, പക്ഷെ വൈഫിന്റെ വീട്ടുകാരെടുത്ത് മാത്രം വഴക്കിട്ടോളൂ. അപ്പോ ജനക മഹാരാജാവിന്റെ അടുത്ത് എങ്ങനെ പറയാൻ പറ്റും? ശ്രീരാമചന്ദ്രമൂർത്തി വളരെ വളരെ വിനയത്വത്തോട് ചെന്ന് ജനക മഹാരാജാവിന്റെ അടുത്ത് മിഥിലയുടെ കാര്യം അന്വേഷിക്കാൻ. മിഥിലയിൽ എല്ലാവർക്കും സുഖമാണ്. അദ്ദേഹം ഒരു കൊല്ലമായിട്ട് ഇവിടെ മിഥിലയിൽ എല്ലാവർക്കും സുഖമാണ്, ആരോഗ്യത്തോടെ എല്ലാവരും കഴിയുന്നുണ്ടോ? മഹാബുദ്ധിമാനായ ജനകന് മനസ്സിലായി എന്നെ പോവാൻ പറയാം. കാരണം ഇവർക്കെല്ലാം പ്രഭുവിനോട് ശ്രീരാമചന്ദ്രമൂർത്തിയും വെറുപ്പ് കൊണ്ടല്ല അവരെ പറഞ്ഞു വിടുന്നത്, അവരവരെ കർത്തവ്യമെല്ലാം മുടങ്ങിക്കിടക്കുമല്ലേ എന്ന് പറഞ്ഞ് അവരവരുടെ സ്ഥാനത്തോട്ട് പറഞ്ഞു വിടുക. അപ്പൊ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂത്രത്തിൽ കൂടെ ജനകന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജനക മഹാരാജാവ് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി പോവാം. അടുത്തത് സുഗ്രീവന്റെ അടുത്ത്. പ്രഭു ചെന്നിട്ട് സുഗ്രീവന്റെ അടുത്ത് ചോദിച്ചു, കിഷ്കിന്ധ. സുഗ്രീവ് പറഞ്ഞു, ഞാൻ പോണില്ല. കാരണം അവര് വാനരന്മാരാണ്, ഞാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ പോകുന്നില്ല. പിന്നെ സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിച്ച് അടുത്തത് ഹനുമാൻ. ഹനുമാനെടുത്ത് ചെന്ന് ചോദിച്ചു, പ്രഭു നിനക്ക് നിന്റെ കർത്തവ്യമെല്ലാം ബാക്കിയില്ലേ? അപ്പൊ മനോഹരമായ ശ്ലോകം ഹനുമാൻ പറഞ്ഞു,
പൂവിലിരുന്ന് മണത്തിനെ പിരിക്കാൻ പറ്റില്ല. ഹൃദയത്തിൽ സ്പന്ദനമില്ലെങ്കിൽ അത് ജീവനില്ലാത്തതാണ്. എന്റെ പ്രാണൻ എന്ന് പറയുന്നത് അങ്ങയുടെ തിരുനാമമാണ്. അതിനെ പിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ജഡമാണ്. അങ്ങ് തന്നെ പറയൂ, ഞാൻ ജീവിക്കണോ മരിക്കണോ? ആ ഹനുമാന്റെ മനോഹരമായ മറുപടി കേട്ട് അതിൽ പരാജയപ്പെട്ട ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഹനുമാൻ നീ പോവേ വേണ്ട. എല്ലാവരെയും തിരിച്ചു പറഞ്ഞു വിട്ട ശ്രീരാമചന്ദ്രമൂർത്തി ആളെ കൂടെ തന്നെ വെച്ചു. ഇത് തന്നെയാ സംഭവിച്ചത്. 14 വർഷം വനത്തിലോട്ട് പോകുമ്പോ ലക്ഷ്മണൻ ഉടനെ എല്ലാം എടുത്തോണ്ട് റെഡിയായി, ഞാൻ കൂടെ വരാം. ലക്ഷ്മണന്റെ അടുത്ത് പ്രഭു പറഞ്ഞു, നീ വരേ വേണ്ട, നീ ഇവിടെ നിന്ന് ഭരതന് തുണയായി സഹായമായി നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. മാത്രമല്ല അമ്മമാരുടെ കാര്യം നോക്കണം. ദശരഥൻ ബലഹീനമായിരിക്കുന്ന നീ ദശരഥന്റെ കൂടെ നിൽക്കണം. കർശനമായും ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ലക്ഷ്മണന്റെ അടുത്ത്, നീ വരാനേ പാടില്ല. ഒരുവിധം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ല, സീതയെല്ലാം കെട്ടിപ്പാട്ടിക്കൊണ്ട ഞാൻ കൂടെ വരാം. ഉടനെ രാമൻ പറഞ്ഞു, ജാനകി നീ വളരെ മൃദുലമായ വ്യക്തിയാണ്. നിന്റെ ദേഹമെല്ലാം തപസ്യ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാട്ടിൽ വന്യമൃഗങ്ങളുണ്ടാവും, അന്തരീക്ഷം ഏത് സമയത്തും മാറാം, കൊടും തണുപ്പും ചൂടും ഇതെല്ലാം നിനക്ക് സഹിക്കാൻ പറ്റില്ല. ജാനകി നീ വരരുത്. അപ്പൊ വാൽമീകി എഴുതാണ്, ലക്ഷ്മണന്റെ അടുത്ത് രാമചന്ദ്രമൂർത്തി വരണ്ട എന്ന് പറഞ്ഞപ്പോ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്, വരണ്ട എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സീതയെടുത്ത് രാമൻ വരണ്ട എന്ന് പറഞ്ഞപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നീ കൂടെ വന്നാൽ നന്നായിരിക്കുമല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സീതാദേവിക്ക് അത് മനസ്സിലായി, കക്കൻ വിളിച്ചു, ഞാൻ പുറത്തെ. അങ്ങനെ പിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഹനുമാൻ. അവസാനം വരെയും ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി സരയൂരിൽ ഇറങ്ങിപ്പോയപ്പോഴും ഹനുമാന്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ തന്നെ പ്രപഞ്ചത്തിന്റെ അവസാനം വരെയും നിന്ന് ആരെല്ലാം എന്റെ നാമം ഉരുവിടുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിച്ച് തിരിച്ച് വൈകുണ്ഠത്തിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഹനുമാൻ. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ ചെയ്താൽ, ഈശ്വരന്റെ നാമം ജപിക്കുക, എത്രയും പെട്ടെന്ന് സസ്യഭുക, ഇത് 2 ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും. പിന്നെ ഭക്തിയിൽ ഉയർന്നു കഴിഞ്ഞാൽ സാധാരണ വ്യക്തികളെ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈശ്വരനെ മുഖാമുഖം കാണാൻ സാധിക്കും. അപ്പോൾ 2 അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ 7 ദിവസമായിട്ട് നമ്മളിവിടെ രാമായണത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തു. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സമയക്കുറവും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഇതിനകത്ത് കിട്ടിയ ചില മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും. പിന്നെ ഈ പരിപാടി കഴിഞ്ഞാലും ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും സത്സംഗങ്ങളിൽ ചെലവാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരുന്ന തലമുറകൾക്കും ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോ ക്ഷമയോട് ദിവസവും 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ ക്ഷമയോട് നാട്ടിൽ നമ്മൾ നടത്താറുണ്ട്. ആൾക്കാർ ഇത്രയും ക്ഷമയോടൊന്നും ഇരിക്കില്ല. പകുതിയിൽ എണീറ്റ് പോകും, വേണമെന്ന് വെച്ച് മൈക്കൊക്കെ ഓഫ് ചെയ്യും, നടുക്ക് 10 ചിട്ടിയൊക്കെ കൊണ്ടുവന്ന് തരും. അതിന്റെ അർത്ഥം പെട്ടെന്ന് നിർത്തണമെന്നാണ്. ക്ഷമയോട് 7 ദിവസം ഇരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ചില വാക്കുകളോ ചില കാര്യങ്ങളോ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ക്ഷമയാചിക്കുന്നു. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾക്കും, മണിഭൂഷൺ പ്രഭു മറ്റു പ്രഭുക്കന്മാർക്കും, പിന്നെ പോസ്റ്റർ കാണുന്നു ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ മാറ്റി വെച്ചു ആ ഒരു ശ്രീകൃഷ്ണ കേന്ദ്രം അതിന്റെ ഭാരവാഹികൾക്കും എല്ലാ രീതിയിലും പിന്നെ പ്രസാദം ഉണ്ടാക്കിയവർ ചെറുതും വലുതുമായി സേവ ചെയ്ത എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു.